ഹലോ, വെൽക്കം ടു ദ എഡെക്സ് പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് എൻ്റെ പ്രിയപ്പെട്ട ഒരു സീനിയറും എൻ്റെ സുഹൃത്തൊക്കെയാണ്, അസ്ലം. ഞാൻ മൂപ്പരെ ഇന്ന് പോഡ്കാസ്റ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനുള്ള ഒരു മെയിൻ റീസണ് നിങ്ങൾക്ക് ഈ പോഡ്കാസ്റ്റിലേക്ക് മനസ്സിലാവും. അതായത്, അല്ലെങ്കിൽ ഞാൻ പറയാം എന്താണെന്നുള്ളത്. പഞ്ചാബിൽ മൂപ്പര് PG പഠിക്കാൻ പോയി. അവിടെ ഒരു 5 CR ബിൽഡ് ചെയ്തിട്ട് ഒരു പള്ളി പണിഞ്ഞിട്ടുണ്ട്. അതായത് ഈ യങ് ഏജിൽ തന്നെ എത്ര വലിയൊരു സംഭവം ചെയ്തെടുക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ഈസി ടാസ്ക് ഒന്നല്ല. ഇപ്പം ഞാൻ പറയുമ്പോൾ ഒരു കോളേജിൽ നിന്നോ PG എന്നോ പഠിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മൂപ്പര് അതിനു വേണ്ടി ചെയ്തിട്ടുണ്ടാവും, സ്ട്രഗിൾസും ചാലഞ്ചസൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഒരു സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ട്രിപ്പ് പാർട്ണറായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരാളാണെന്നുള്ളത്. ഇപ്പോൾ ക്യാമ്പസ് പൊളിറ്റിക്സിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ശരിക്കും അത് ടൈം വേസ്റ്റ് അല്ലേ, ലൈഫിൽ വല്ല ഉപകാരം ഉണ്ടാവുന്നൊക്കെ. അപ്പോൾ അതൊക്കെ ലൈഫിൽ എത്രത്തോളം ഉപകാരം ഉണ്ടെന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടുള്ള ഒരാളൂടെയാണ് അസ്ലം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഷോയിലേക്ക് പോവാം. ആദ്യം അസ്ലം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തலாம், അത് നല്ലത്. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് അസ്ലം, മണ്ണാർക്കാടാണ് സ്ഥലം. അംബ്രാസും ഞാനും ജൂനിയർ ആയിരുന്നു. അംബ്രാസിൻ്റെ ഡിഗ്രിയാണ് ചെർപ്പുളശ്ശേരിയിൽ പഠിച്ച്. അതിനുശേഷം പിന്നെ ഞാൻ MBA പഠിക്കാനാണ് പഞ്ചാബിലോട്ട് പോയിട്ടുള്ളത്. ഓക്കെ, പഞ്ചാബിലേക്ക് CCST നമ്മൾ ഒപ്പം പഠിച്ച് അതിനുശേഷം പഞ്ചാബിലേക്ക് പോകാനുള്ള റീസൺ എന്തായിരുന്നു? പഞ്ചാബിലേക്ക് പോകാനുള്ള റീസൺ ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയൊക്കെ വെയിറ്റ് ലിസ്റ്റ് വന്നപ്പോൾ ലാസ്റ്റ് ഒരു ഓപ്ഷൻ പഞ്ചാബാണ് കണ്ടത്. അത് നോക്കിയത് മറ്റൊരു കാര്യമാണ്, ഞാൻ പഠിക്കാൻ ഉദ്ദേശിച്ച കോളേജ് ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയാണ്. എനിക്ക് നല്ല സ്കോളർഷിപ്പ് കിട്ടി. ഇപ്പോൾ MBA കമ്പാരിറ്റീവ്ലി ഇവിടുത്തെ കോളേജിനുള്ള ഫീസ് കുറവായിരുന്നു അവിടെ. പിന്നെ എൻ്റെ കോളേജിൽ നിന്ന് 350 കിലോമീറ്ററാണ് മണാലിയിലോട്ടുള്ളത്, 100 കിലോമീറ്ററാണ് അമൃത്സറിലോട്ടുള്ളത്. അവിടുന്ന് ഒരു 400 കിലോമീറ്റർ ആയ കാശ്മീർ എത്തും. ഡൽഹിയിലേക്ക് 350 കിലോമീറ്റർ. അപ്പോൾ യാത്രകൾക്കൊരു ഹബ്ബായിട്ട് എടുക്കാം പഞ്ചാബ് എന്നുള്ളത് കൊണ്ട്. ഓക്കെ, അപ്പോൾ ഈ യാത്രകൾ ഈ പഞ്ചാബിൽ പോയി എത്രത്തോളം യാത്രകൾ ചെയ്തിട്ടുണ്ട്? നമുക്ക് പറഞ്ഞ നമ്മൾ ആഗ്രഹിച്ച് നേടാൻ പറ്റിയോ? പഞ്ചാബിൽ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. കാരണം മണാലി പോയിട്ടുണ്ട്, ഡൽഹി, ഉത്തരാഖണ്ഡ്, കാശ്മീർ പലതവണ പോയിട്ടുണ്ട്. പിന്നെ ഹിമാലയത്തിൻ്റെ പല സ്ഥലങ്ങൾ. നമ്മൾ പൊതുവേ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന ആളുകൾ മണാലി കാണുന്നു, ഷിംല കാണുന്നു. അതല്ലാതെ അവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ധർമ്മശാല, അവിടെ ട്രെക്കിങ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പോയിട്ടുണ്ട്. ഒരുപാട് വില്ലേജുകളൊക്കെ കാണാൻ പോയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ പഞ്ചാബിൽ പോയി പഞ്ചാബ് യാത്രകൾ ചെയ്യുന്നു. പിന്നെ ഈ മസ്ജിദ് പണിയാണെന്നുള്ളൊരു തോട്ടിലേക്ക് വരാനുള്ള റീസൺ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഒരു 40-45,000 കുട്ടികൾ, അന്നത്തെ സ്ട്രെങ്ത്താണ് പറയുന്നത്, ഒരു 40-45,000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതിൽ 40ഓളം രാജ്യങ്ങളിൽ നിന്നും 28 സംസ്ഥാനങ്ങളിൽ നിന്നും കുട്ടികൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ ക്യാമ്പസ് ഒരു വില്ലേജിലാണ് ഡെവലപ്പ് ചെയ്തത്. ഡൽഹി, അമൃത്സർ അല്ലെങ്കിൽ ഡൽഹി, കറാച്ചി, ഗ്രാൻഡ് ട്രങ്ക് റോഡിനോട് സൈഡിലുള്ള ഒരു വില്ലേജിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ക്യാമ്പസിൽ നല്ലൊരു ശതമാനം മുസ്ലിം കുട്ടികളുണ്ട്. കാരണം പുറത്തെ രാജ്യങ്ങളിൽ നിന്ന് വരുന്നത് ആഫ്രിക്കൻ അല്ലെങ്കിൽ യമൻ, പുറമെ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ കുട്ടികൾ വരുന്നത്. പക്ഷെ അവിടെ നിസ്കരിക്കാൻ യാതൊരു സൗകര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നിസ്കരിക്കാൻ പോയിരുന്ന ഒരു 5 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലത്തായിരുന്നു. അപ്പോൾ ഒരു ഫസ്റ്റ് ഡേ എനിക്ക് എപ്പോഴും ഓർമ്മ ഉള്ളതാണ്. ഒരു ഫസ്റ്റ് വെള്ളിയാഴ്ച ഞങ്ങൾ നിസ്കരിക്കാൻ വന്ന സമയത്ത്, ഓഗസ്റ്റ് മാസം അവിടെ ഒരു മഴയുടെ സമയമാണ്. ഒരു മഴയുടെ കാലത്ത് ആണ് നിസ്കരിക്കാൻ പള്ളിയിലോട്ട് പോകുന്നത്. ഞങ്ങളെ കോളേജിൽ നിന്ന് ലഞ്ച് ബ്രേക്കിനാണ് പള്ളിയിൽ പോവുക. അപ്പോൾ കോളേജിന് പുറത്തോട്ട് വരണം. കോളേജ് പറഞ്ഞാൽ 900 ഏക്കറാണ്. എല്ലാം ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ള വെൽ ഫെസിലിറ്റേറ്റഡ് ഉള്ള ഒരു ക്യാമ്പസാണ്. സിംഗിൾ എൻട്രി സിംഗിൾ എക്സിറ്റ് ആണ്. ഏകദേശം 20,000 കുട്ടികൾ ഡേ സ്കോളേഴ്സും 25,000 കുട്ടികൾ ഹോസ്റ്റലേഴ്സും ഉണ്ട്. ഇവരൊക്കെ വരുന്നതും പോകുന്നതും മോണിറ്റർ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. നമുക്ക് നമ്മുടെ കാർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കയറാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ലഞ്ച് ബ്രേക്കിന് പുറത്ത് വരുന്നു. അവിടുന്ന് നേരെ ഈ 5 കിലോമീറ്റർ അപ്പുറത്തേക്കുള്ള പള്ളിയിലേക്ക് ഓട്ടോറിക്ഷ എടുത്ത് പോകുന്നു. തിരിച്ചു വരുന്നതൊക്കെ 1 മണിക്കൂർ കൊണ്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസ് ഒരു മഴയത്ത് ഇങ്ങനെ ഞാൻ ആ പള്ളിയിലോട്ട് പോവാം. നമ്മുടെ നാട്ടിലൊക്കെ പള്ളി, ഇപ്പോൾ അംബ്രാസൊക്കെ നാട്ടിൽ എത്ര മനോഹരമായ പള്ളിയിലാണ് നിസ്കരിക്കുന്നത്, എത്ര വൃത്തിയുള്ള പള്ളിയിലാണ് നിസ്കരിക്കുന്നത് എന്നുള്ളത് നമ്മളത് ശീലിച്ചു വന്നവരാണ്. അപ്പോൾ അവിടെ ഒരു തൊഴുത്തിനോട് ചേർന്ന് ഒരു ചെറിയൊരു സ്ഥലം, എന്നെ സുജൂദ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൈകളിൽ മൊത്തം ഈച്ചയാണ്. അന്നിങ്ങനെ കരുതി ഇവിടെ എന്തെങ്കിലും ചെയ്യണമെന്നുള്ളത്. അങ്ങനെ ആ ആഗ്രഹം ഇങ്ങനെ ഉള്ളിലിട്ട് ഇങ്ങനെ നടന്നു. ഒരു സെക്കൻഡ് ഇയർ ആയ സമയത്ത് നല്ലൊരു ടീമിനെ കിട്ടി, എസ്പെഷ്യലി ഒരു മലയാളി നല്ലൊരു ടീമിനെ കിട്ടി. അവിടെ പഠിക്കുന്ന പിള്ളേർ, അന്ന് മലയാളികൾ ഏകദേശം ഒരു 200 മലയാളികളുള്ളൂ അന്ന് അവിടെ പഠിക്കുന്നത്. ഇന്ന് ഏകദേശം 5000-ഓളം മലയാളി കുട്ടികൾ പഠിക്കുന്നുണ്ട്. അത് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ റീൽസിലൊക്കെ കണ്ട് കുട്ടികൾ വരുന്നതാണ്. അങ്ങനെ ഇങ്ങനൊരു കുട്ടികൾക്കിടയിൽ നമ്മളൊരു 50ഓളം കുട്ടികൾ ഇങ്ങനെ കൂടിയിരുന്ന് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള തീരുമാനത്തിലെത്തി നമ്മൾ. അപ്പോൾ എല്ലാവർക്കും ഓക്കെ നമുക്കിത് ചെയ്യാം. നമുക്ക് ആ പള്ളി, ഈ 5 കിലോമീറ്റർ അപ്പുറത്തുള്ള പള്ളി റെനോവേഷൻ ചെയ്യാമെന്നാണ് കരുതിയത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ജൂനിയറായിട്ട് പഠിക്കാൻ വന്ന അൻഷിദ് എന്ന് പറയും. അൻഷിദ് TV ഇബ്രാഹിം MLയുടെ മോനെ, കൊണ്ടോട്ടി TV ഇബ്രാഹിം MLയുടെ മോനെ. അപ്പോൾ അദ്ദേഹം ഒരു വെള്ളിയാഴ്ച അവിടെ വന്നു. അതുപോലെ തന്നെ മോനെ കാണാൻ വേണ്ടി ഒരു വെള്ളിയാഴ്ചയാണ് എത്തിയത്. അപ്പോൾ ഈ പള്ളിയൊക്കെ ഒന്ന് പോയി കണ്ടു. പള്ളിയൊക്കെ പോയി കണ്ടു വന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇബ്രാഹിം നമുക്ക് ആ പള്ളി ഒന്ന് റെനോവേഷൻ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്, അതിൻ്റെ ഒരു പിന്നാലെയാണ് നമ്മളുള്ളത്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മൂപ്പര് ആകെ വിഷമത്തിലാണ്.
കാരണം ഇത്രയും കുട്ടികൾ ഇവിടെ നിസ്കരിക്കാൻ വരുന്നു. കാരണം അന്ന് നല്ലൊരു ശതമാനം മുസ്ലിം വിദ്യാർത്ഥികൾ അവിടെ ഉണ്ട്. ഏകദേശം ഒരു 10-15,000 മുസ്ലിം കുട്ടികൾ അന്നുണ്ട്. എല്ലാവരും നിസ്കരിക്കാൻ പോയാലും ആകെ 600 പേർക്ക് നിസ്കരിക്കാൻ കഴിയുള്ളൂ. വേറെ സൗകര്യമില്ല. അപ്പോൾ നിസ്കരിക്കുന്നില്ല എന്നുള്ളതാണ്. മൂപ്പര് പറഞ്ഞു ഇത്രയും ദൂരത്തല്ല അസ്ലം, നിങ്ങളെ കോളേജാണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, നിങ്ങൾക്ക് ഇത്ര സമയത്തിന് പോരണം. കാരണം 1 മിനിറ്റ് വൈകിയാൽ പോലും അറ്റൻഡൻസ് പോകും. അറ്റൻഡൻസ് ഒക്കെ ഓൺലൈനിലാണ്. നേരെ പിന്നെ ചാൻസലർ ബ്ലോക്കിൽ പോയി കഴിഞ്ഞാൽ 5 മിനിറ്റ് പള്ളി പോയി കാര്യങ്ങളൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ ഇത്രയും ദൂരത്തല്ലേ, ഒരു അടുത്തൊരു സ്ഥലത്തിനെ പറ്റി ചിന്തിച്ചുകൂടെ നമുക്ക്, അതിനെ പറ്റി ഒന്ന് വർക്കൗട്ട് ചെയ്യുന്നു. അങ്ങനെ ഞങ്ങളൊരു സ്ഥലം കണ്ടെത്തി. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് ആ ദൂരെയാണെങ്കിൽ പോവില്ല, ഇത്രയും ദൂരത്ത് പോകണ്ടേ, അടുത്താണെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങൾ അല്ലെങ്കിൽ ക്യാമ്പസുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പല കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്തൊരു സ്ഥലം കണ്ട്, ആ സ്ഥലം ഒരു 15.5 സെൻറ്റ് സ്ഥലം കണ്ടെത്തി. അതിനെക്കുറിച്ച് നമ്മളൊരു ലൈവ് വീഡിയോ ഇട്ടു വന്ന് ഫേസ്ബുക്കിൽ. ഇങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ, ഇങ്ങനെ ഒരു കാലിത്തൊഴുത്തിലാണ് ഞങ്ങൾ നിസ്കരിക്കുന്നത്, ഞങ്ങളൊരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്, നിങ്ങളെ സഹായങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞ് ഞാനൊരു ലൈവ് ഇട്ടു. ആ ലൈവ് അന്നത്തെ കാലത്ത് 2016 അത്യാവശ്യം വൈറലായി. അങ്ങനെ നിരന്തരം ഭയങ്കരമായിട്ട് ആളുകളെ സപ്പോർട്ട് കിട്ടി. അതിൽ വളരെ പ്രധാനിയായിരുന്നു സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങൾ. തങ്ങൾ എന്നെ വിളിച്ചു പറഞ്ഞത് നമ്മുടെ ഒരാളായിട്ടാണ്, എൻ്റെ ബിഹാഫ് പറയുന്ന പോലെയാണ് തങ്ങൾ പറഞ്ഞത് നമുക്കിത് ചെയ്യണം എന്ന് പറഞ്ഞു. അത് വലിയൊരു പ്രതീക്ഷയായിരുന്നു. ഇപ്പോൾ പണക്കാട് കുടുംബത്തിൻ്റെ ഒരു എൻട്രി ആയിട്ട് വേണമെങ്കിൽ തങ്ങളെ വിളി പറയാം. പിന്നെ ഞങ്ങൾ വെക്കേഷന് വരുന്നു, തങ്ങളോട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. പിന്നെ തിരിച്ച് ഞങ്ങൾ വെക്കേഷന് പോകുമ്പോഴും ഇതിൻ്റെ ഒരു സപ്പോർട്ട് പലരും വിളിയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ തങ്ങൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു പള്ളി ഉണ്ടായിരുന്നു, തങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ട് ട്രസ്റ്റ് ഉണ്ടായിരുന്നു. ആ ട്രസ്റ്റിൻ്റെ കീഴിൽ ഫണ്ട് കളക്ഷനും കാര്യങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ തുടങ്ങിയ ഒരു 9 വർഷത്തെ ഒരു ജേണി, അതാണ് അതിൻ്റെ ഒരു തുടക്കം. അങ്ങനെ 2016 മുതൽ 9 വർഷം, 2025 ഓഗസ്റ്റ് 21 വരെ. അത് ഓഗസ്റ്റ് ഞങ്ങൾ പള്ളിയിൽ പോയ സമയത്ത് തന്നെ അതെ, അത് ഇപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. അത് വല്ലാത്തൊരു കോയിൻസിഡന്റ് ആണ്. ശരിയാണ്. അടിപൊളി. അപ്പോൾ എനിക്കറിയാം നമ്മളെ നാട്ടിലല്ല, പുറത്തൊരു സ്റ്റേറ്റാണ്, അത് ഒരുപാട് ദൂരമുണ്ട്. നിങ്ങളവിടെ ഒരു പള്ളി പണിയുമ്പോൾ അപ്പോൾ ലോക്കൽ ആളുകളെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ലോക്കൽ ആളുകൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത് പഞ്ചാബ് ഒരു സെക്യുലർ സ്റ്റേറ്റ് ആണ്. സിഖ് സഹോദരന്മാർ എല്ലാ കമ്മ്യൂണിറ്റിനായിട്ടും വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാവരെയും വളരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വളരെ നമ്മുടെ പള്ളിയിൽ അവർ വരാറുണ്ട്, അവർ കാര്യങ്ങൾ കാണാറുണ്ട്. അവരെപ്പോഴും വന്നിട്ട് ചോദിക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അത്തരത്തിലൊരു പ്രശ്നം പഞ്ചാബിൽ ഇല്ല എന്നുള്ളതാണ്. മൊത്തത്തിൽ ഇന്ത്യയിൽ രാഷ്ട്രീയപരമായി പല വിഷയങ്ങളുണ്ട്, പക്ഷെ പഞ്ചാബിൽ ഇതുവരെ അത്തരത്തിലൊന്നും ഞങ്ങൾ ഫേസ് ചെയ്തിട്ടില്ല. ഓക്കെ, അടിപൊളി. അപ്പോൾ ഈ പള്ളി ഇപ്പോൾ 9 വർഷം എടുത്ത് പണിതു. ഇതിൽ എനിക്കൊരു എന്താ പറയുക, ഇതിപ്പോൾ ഒരുപാട് ഇപ്പം മുമ്പും കോളേജ് തുടങ്ങിയിട്ട് ഒരുപാട് പേര് പഠിച്ചിട്ടുണ്ടാവും, ഒരുപാട് പേര് സെയിം സിറ്റുവേഷൻ എന്തുണ്ടാവും ഫേസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അവർക്കൊന്നും ഇങ്ങനെ ഒരു ഡിസിഷൻ, ഒരു ബോൾഡ് ഡിസിഷൻ എടുക്കാനും അത് മാനിഫെസ്റ്റ് ചെയ്യാനും അത് അച്ചീവ് ചെയ്യാനും പറ്റിയിട്ടുണ്ടാവില്ല. അസ്ലമിന് പറ്റി, അല്ലെങ്കിൽ ലീഡർഷിപ്പ് റോൾ വരാൻ വേണ്ടി പറ്റി. അതിനുള്ളൊരു ഇൻസ്പിറേഷൻ, അതിനുള്ളൊരു മോട്ടിവേഷൻ അൾട്ടിമേറ്റ്ലി ബാക്കിയുള്ളവർക്ക് തോന്നാതിരിക്കുകയാണ് ഈ ക്യാമ്പസ് എങ്ങനെ, അല്ലെങ്കിൽ ക്യാമ്പസ് പൊളിറ്റിക്സ് എത്രത്തോളം ഇൻവോൾവ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ബാക്കിലുള്ള ഒരു സ്റ്റോറി? അത് കാരണം ഞാൻ ചോദിക്കുന്നത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് പേരോട് പഠിച്ചിറങ്ങുന്നുണ്ട്, ഈ സെയിം സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അവരൊന്നും ഒരു ലീഡർഷിപ്പ് റോൾ എടുക്കാതെ വന്നപ്പോൾ അസ്ലം ലീഡർഷിപ്പ് റോൾ എടുത്തു. അതിൻ്റെ ഒരു ബാക്ക് ഫയർ എന്താ? കാരണം ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് ഞാൻ അള്ളാഹിൻ്റെ ഒരു നിമിത്താണെന്നുള്ളതാണ് ആദ്യം അതിനെ കാണുന്നത്. കാരണം അന്ന് എനിക്കൊരു അവസരം തന്നതാണ്. നേരത്തെ ഞാൻ പ്രസവിച്ചുള്ള ഒരുപാട് ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും, പലതരത്തിലുള്ള ചലഞ്ചസുകൾ. അതൊരു ഒന്നിനെ ഇറങ്ങുമ്പോൾ ഉണ്ടാവും. നമ്മൾ ഒരു 22-23 വയസ്സിലാണ് അതൊക്കെ ചെയ്യുന്നത്. നമ്മളുടെ ഒരു വിദ്യാർത്ഥി കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത അത്ര വലിയൊരു ഫിഗറിലോട്ടുള്ളൊരു എയിമാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. പക്ഷെ അതിന് അന്ന് എനിക്കൊരു കരുത്ത് തന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു വീഡിയോ ഇടാനും ആ വീഡിയോ ഇടുന്ന സമയത്ത് വലിയ വില കൊടുത്തൊരു സ്ഥലം വാങ്ങണമെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. കാരണം നമ്മളൊക്കെ നാട്ടിൽ നിന്ന് 3000 രൂപ പോക്കറ്റ് മണിയിൽ വളരെ സാധാരണക്കാരനായിട്ടുള്ള കുടുംബത്തിൽ നിന്ന് വന്ന ആളുകളാണ്. നമ്മുടെ ഒന്നും കുടുംബത്തിൽ നിന്ന് എടുത്ത് ചിലവഴിക്കാൻ ഇതിനില്ല എന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്. പക്ഷേ ഈ ഒരു ലീഡർഷിപ്പിലേക്ക് വരാൻ കാരണം നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ ഉള്ള, നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന MSFലുള്ള പ്രവർത്തനങ്ങളും അതിന് നേതൃത്വം കൊടുത്തത് വലിയൊരു ഊർജ്ജമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഒരു നല്ല പ്രവൃത്തിക്ക് ഈ സമൂഹം കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ ഒരു വിശ്വാസത്തിലാണ് വീഡിയോ ഇടുന്നത്. അത് ഭയങ്കര റീച്ചുമായി. പാണക്കാട് എന്നുള്ളൊരു കോള് വരുന്നു, അത് വലിയൊരു ബലമായിരുന്നു. പാണക്കാട് സപ്പോർട്ട്. അത് കാരണം നമ്മൾ ഈ പള്ളി എന്ന് പറയുന്ന സമയത്ത് ഞങ്ങൾ മനസ്സിൽ കണ്ട ആദ്യ പേര് ശിഹാബ് തങ്ങളെ പേരാ. കാരണം ശിഹാബ് തങ്ങളെ പേരിലിടാം. കാരണം അസ്ലമിന് ആരും അറിയില്ല, അല്ലെങ്കിൽ വേറെ കുട്ടീനെ അവിടെ ആരും അറിയില്ല. തങ്ങളെ പേര് പറഞ്ഞ് ഒരു സ്ഥാപനത്തിൻ്റെ ഇത് ഇടുക എന്നുള്ളത് അതൊരു വിശ്വാസത്തിൻ്റെ പേരാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ തങ്ങളെ മക്കളോട് ചോദിക്കുക, മുനവ്വർ തങ്ങളോട് ചോദിക്കുക, ബാപ്പാൻ്റെ പേരിലൊരു പള്ളിയുടെ പണിയുന്ന ഒരു വീഡിയോസ് കണ്ടു, സത്യമാണോ എന്നുള്ളത്. അപ്പോൾ അത് എല്ലാവർക്കും റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പേരാണ്, എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പേരാണ്. അപ്പോൾ ആ പേരിട്ട് ഒരു ഇതിട്ടപ്പോൾ തന്നെ മുനവ്വർ തങ്ങൾ, കാരണം മുനവ്വർ തങ്ങൾക്ക് ഇതൊന്നും അറിയില്ല,
ഞങ്ങൾ ശിഹാബ് പേരിലാണ് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു പേരിലാണ് അത് കരുതുന്നത് എന്നുള്ളത് അറിയില്ല. പക്ഷെ അത് അങ്ങനെ ഇട്ടപ്പോൾ മുനവർ തങ്ങൾ വിളിച്ചത് വലിയൊരു ബലമായിട്ട് തന്നെയാണ് കാണുന്നത്. പിന്നെ നമ്മൾ ഇതിന്ന് പിന്മാറില്ല എന്നുള്ള ഒരു നീയത്ത് ഉണ്ടായിരുന്നു. കാരണം പല ഘട്ടങ്ങളിൽ പല പ്രതിസന്ധികൾ സാമ്പത്തികം, കാരണം ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തതിൻ്റെ വെരി നെക്സ്റ്റ് മന്താണ് ഡിമോണിറ്റൈസേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഡിമോണിറ്റൈസേഷൻ മലയാളികൾക്ക് എത്രത്തോളം ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ വലിയ പ്രതിസന്ധി തന്നെയായിരുന്നു. ഒരു തണുപ്പ് കാലത്താണ് ഡിമോണിറ്റൈസേഷൻ പെട്ടെന്ന് ഒരു തരത്തിലുള്ള മുന്നറിയിപ്പുകളും ഇല്ലാതെയാണ് വരുന്നത്. ആളുകൾ മരണപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു, പൈസ കിട്ടാത്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ UPI പേയ്മെൻറ്റുകളോ ഡിജിറ്റൽ മോഡ് പേയ്മെൻറ്റുകളോ ഒന്നും പരിചിതമല്ലാത്തൊരു കാലഘട്ടമാണ്. അപ്പോൾ അന്ന് നമ്മൾക്കൊരു പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിൽ ആഡ് ചെയ്ത് അല്ലെങ്കിൽ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്ത് അത് വിഡ്രോ ചെയ്ത് കിട്ടണം, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യണം. ഇങ്ങനത്തെ ഇപ്പോഴത്തെ തലമുറക്ക് പക്ഷേ അതിനെപ്പറ്റി ആലോചിക്കാൻ പറ്റാതെ അത്രയും വലിയ റിസ്ക് അന്ന് നമുക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിനൊക്കെ മറികടന്ന് പോകാനുള്ള ഒരു കരുത്ത് തന്നത് നമ്മുടെ വിശ്വാസമാണ്. കാരണം ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടായ സമയത്ത് നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുന്നത് നമ്മൾ പഠിക്കുന്ന സമയത്താണ് അതൊക്കെ ചെയ്യുന്നത്. നമ്മുടെ എക്സാമുകൾ, നമ്മുടെ സെമിനാറുകൾ, MBA പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന പലതരത്തിൽ അംബ്രാസിനെ അറിയാലോ. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്തിൻ്റെ ഇടയ്ക്കാണ് നമ്മളിതൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോഴും അല്ലാതുള്ളൊരു വിശ്വാസം മാത്രമാണ് ഒരു കരുത്തായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 2-3 ഘട്ടം പേയ്മെൻറ്റ് കൊടുത്ത് ഒരു 3-ാം ഘട്ട പേയ്മെൻറ്റ് കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യം ഉണ്ടായ സമയത്ത് നമ്മൾ അവരെ പോയി കണ്ടു, ഈ ലാൻഡ് ഓണേഴ്സിനെ പോയി കണ്ട് പറഞ്ഞു. 15 ലക്ഷം രൂപയ്ക്ക് അന്ന് ഞങ്ങളുടെ കയ്യിൽ 1.5 ലക്ഷം രൂപയാണ്. അപ്പോൾ ഞങ്ങൾ കാര്യം പോയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇതൊന്ന് പിന്മാറാൻ കഴിയില്ല, അത് ഞങ്ങളുടെ വിശ്വാസപരമായിട്ടും കഴിയില്ല. ഈ പൈസ പിന്മാറി കഴിഞ്ഞാൽ നിങ്ങൾ ആ പൈസ തന്നിട്ടില്ല, ഞങ്ങൾക്ക് നാട്ടിലും പോകാൻ കഴിയില്ല. അപ്പോൾ കുറച്ച് അവധി തരണം എന്ന് പറഞ്ഞപ്പോൾ അവർ അവധി തന്നില്ല. അതൊരു ഫെബ്രുവരി മാസത്തിലാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫെബ്രുവരി അവർ അവധി തന്നില്ല. ഫെബ്രുവരി 15-ന് 15 ലക്ഷം കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിത് പോയിട്ട് പറയുന്നത് ഇതാണ്, ഞങ്ങൾ ഒരു 3 ദിവസം 4 ദിവസം കൂടി അവധി തരണം ഞങ്ങൾക്ക്, കാരണം എഗ്രിമെൻറ്റ് പ്രകാരമുള്ള ടൈമാണ്. അപ്പോൾ അവർ പറ്റില്ല, 15-ാം തീയതി പേയ്മെൻറ്റ് കൊണ്ട് വന്നാൽ എഗ്രിമെൻറ്റ് മുന്നോട്ട് പോകും, അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് ക്യാൻസൽ ആവുന്നതാണ്. അങ്ങനെ വളരെ വിഷമത്തിൽ ഇങ്ങനെ വരികയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ അന്ന് അവിടെ പഠിക്കുന്ന അല്ലെങ്കിൽ ഇതുവരെ പഠിച്ച വിദ്യാർത്ഥികളാണ്. അന്ന് ഞങ്ങൾ ഡെയിലി ഇരിക്കും പഠിക്കുന്ന സമയത്ത്. ഈ 2016 ആ സമയത്ത് ഞങ്ങൾ ഡെയിലി വൈകുന്നേരത്ത് ഞങ്ങൾ ഇരിക്കും, എന്തൊക്കെ ചെയ്തു, ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. കാരണം ഇത്രയും ഒരു ആഷ്പോഷ് ക്യാമ്പസിലാണ് ഈ കുട്ടികൾ വന്നിട്ടുള്ളത്. ആഘോഷത്തിൻ്റെ എല്ലാ രസങ്ങളും നുണയാൻ പറ്റിയൊരു ക്യാമ്പസാണ്. പഞ്ചാബിൽ പലതും കിട്ടും, പഞ്ചാബിനോട് ചേർന്ന് പല സ്റ്റേറ്റുകളിലും പലതും കിട്ടും. പക്ഷെ അതൊന്നും അല്ലാതൊരു ഒരു ഒരു നിയത്തിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു സിഗ്നേച്ചർ പതിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ കുട്ടികൾ വളരെ ആത്മാർത്ഥമായിട്ട് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ലാൻഡ് ഓണേഴ്സിനെ കണ്ട് തിരിച്ചിങ്ങനെ എത്തി ഇവിടെ ഇങ്ങനെ എത്തുമ്പോൾ എന്നെ കാത്തു നിൽക്കുകയാണ്, ഞങ്ങൾ 2-3 പേരെ കാത്തു നിൽക്കുകയാണ് എന്താ ഉണ്ടായെന്ന് അറിയാൻ. ഞാൻ അങ്ങനെ സൈഡിൽ പോയിരുന്നിട്ട് പറഞ്ഞ് അവർ സമ്മതിക്കുന്നില്ല, 15 ലക്ഷം വേണം, എന്താ ചെയ്യാമെന്നറിയില്ല. അതിൽ ഒരു കുട്ടി എണീച്ചിട്ട് പറഞ്ഞ് നമുക്ക് പാണക്കാട്ടേക്ക് പോകാറ്. അപ്പോൾ പഞ്ചാബ് എന്നാണ് പറയുന്നത്, ഇത്രയും ദൂരത്തുനിന്ന് 10,3500 കിലോമീറ്റർ ദൂരത്തുള്ള പാണക്കാട്ടേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അന്ന് തന്നെ ഞങ്ങൾ ആ മീറ്റിങ്ങിൻ്റെ അവിടുന്ന് നേരെ ഞാൻ ബസ് കയറാൻ പോയി എന്നുള്ളതാണ്. പോകുന്ന വഴിക്ക് വോൾവോ ബസ് ഡൽഹിയിലേക്ക് ബുക്ക് ചെയ്തു. നാട്ടിൽ വിളിച്ചു പറഞ്ഞ് കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ടേക്കായിരുന്നു, ഡൽഹിയിൽ നിന്ന് കൊച്ചിക്കായിരുന്നു ഫെയർ കുറവ്, ഒരു ഫ്ലൈറ്റ് എടുത്തു. അവിടെ തങ്ങളുണ്ടോ ഒന്നും എനിക്കറിയാം, കാരണം ഞങ്ങൾ അന്ന് ഇത്രത്തോളം പാണക്കാടുമായിട്ട് ബന്ധമല്ല. മുനവർ തങ്ങൾ അന്ന് വീഡിയോയുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ വിളിക്കുന്നു, നാട്ടിലൊന്ന് ഒരു തവണ കാണുന്നു എന്നല്ല, നമ്മൾ അത്രത്തോളം അവരോട് അടുപ്പല്ല. അങ്ങനെ നാട്ടിൽ വന്ന് ഞങ്ങൾ കൊച്ചിയിൽ വരുന്ന വഴിക്ക് ഞങ്ങൾ TV ഇബ്രാഹിം സാഹിബിനെ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളിങ്ങനെ വരുന്നുണ്ട്. ഞങ്ങൾക്ക് ആകെയുള്ള കണക്ഷൻ മൂപ്പരാണ്, കാരണം മൂപ്പര മോനവിടെ പഠിക്കുന്നുള്ളതാണ്. അപ്പോൾ മൂപ്പര് കാര്യങ്ങൾ പാണക്കാടുമായി വിളിച്ച് അന്വേഷിച്ച മൂപ്പര് പറഞ്ഞു ഇവിടെ ആരുമില്ല, ഹൈദരലി ശബ്ദങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള തങ്ങന്മാരൊക്കെ ഖത്തറിൽ ഒരു കല്യാണത്തിന് പോയിരിക്കുകയാണ്, ഖത്തറിലെ പ്രമുഖ വ്യവസായി മരണപ്പെട്ടു പോയ ഈസക്കയുടെ മോളെ കല്യാണത്തിന് പോയിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഡൽഹിയിൽ ഇറങ്ങി നേരെ മലപ്പുറത്തി ഇബ്രാഹിം ഖാൻ്റെ പരിചയത്തിലുള്ള കുറച്ച് ആളുകളൊക്കെ മൂപ്പര് കണക്ട് ചെയ്ത് തന്ന് അന്ന് 11 മണി 11:30 ഹൈദരലി ശിഹാബ് തങ്ങൾ കാണാൻ വരും എന്ന് പറഞ്ഞു. അതൊരു എൻട്രി ആയിരുന്നു, ഹൈദരലി തങ്ങളുടെ അടുത്തേക്ക് ഈ ഒരു പദ്ധതിയെ കൊണ്ടുപോയി വെക്കുന്ന ഒരു എൻട്രി ആയിരുന്നു. അങ്ങനെ രാത്രി ഒരു 11-11:30 തങ്ങളെ കാണാൻ വേണ്ടി ചെല്ലുക. അപ്പോൾ തങ്ങളെ പരിചാരകരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പഞ്ചാബിൽ നിന്ന് വരുന്ന ആളുകളാണ്, എന്നെ വിഷയമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തങ്ങൾ ശിഹാബ് തങ്ങളായതുകൊണ്ട് കാക്കയാണല്ലോ, കാക്കാൻ്റെ പേരിലുള്ള പള്ളിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തങ്ങളിങ്ങനെ ഇറങ്ങി ഒരു 11:30 സമയത്ത് കോട്ടക്കലൊരു പരിപാടി കഴിഞ്ഞ് തങ്ങളിങ്ങനെ കയറി ഇങ്ങനെ ഇരുന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു ഇത് പഞ്ചാബിൽ നിന്ന് വന്ന കുട്ടികളാണെന്ന്. അപ്പോൾ തങ്ങൾ ആശ്ചര്യത്തോടെ ഞങ്ങളെ നോക്കി. അപ്പോൾ പഞ്ചാബിലോ ഹിന്ദിയിലോ സംസാരിക്കണം എന്നുള്ള ആശ്ചര്യത്തിലാണ് തങ്ങളിങ്ങനെ നോക്കുന്നത്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞു തങ്ങളെ മലയാളികൾ തന്നെയാണ്, അവിടെ പഠിക്കാൻ പോയ കുട്ടികൾ. എന്തായിരുന്നു കേസ് എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ വിഷയങ്ങൾ പറഞ്ഞു, ഞങ്ങളെ കാര്യങ്ങളെല്ലാം കേട്ടു. അവിടുന്ന് ദുആ ചെയ്തിട്ട് തങ്ങൾ പറഞ്ഞു നാളെ രാവിലെ എന്ത് ചെയ്യുക, അതിരാവിലെ PK കുഞ്ഞാലൂർ സാഹിബിനെ പോയി കാണുക, അതിന് ശേഷം ഞാൻ അവിടെ പോയിട്ട് ഇങ്ങോട്ട് വന്നോളൂ, വേറെ 1-2 കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ മലപ്പുറത്ത് തന്നെ താമസിച്ചു വന്ന് ഞാനും പിന്നെ എൻ്റെ കൂടെ ജൂനിയറായിട്ടുള്ള ഒരു പയ്യനും ഷഫ്രീനുമാണ് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്.
രാവിലെ ഞങ്ങൾ കുഞ്ഞാട് സാഹിബിൻ്റെ അടുത്തേക്ക് സുബീസ്കാരം കഴിഞ്ഞ് രാവിലെ എത്തുമ്പോൾ തന്നെ കുഞ്ഞാട് സാഹിബ് നമ്മളങ്ങനെ കാത്തു നിൽക്കുകയാണ്. കാത്തു നിൽക്കുന്ന സമയത്ത് നമ്മളോട് ചോദിച്ചു, തങ്ങൾ പറഞ്ഞിട്ടാണോ വരുന്നത്? അതെ, തങ്ങൾ രാവിലെ വിളിച്ചിരുന്നു പറഞ്ഞു. അപ്പം തങ്ങൾ രാത്രി പറഞ്ഞത് രാവിലെ വിളിച്ച് വരുന്ന ഓർമ്മപ്പെടുത്തി ഇപ്പോഴും വിളിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞാലി സാഹിബ് നമ്മളങ്ങനെ കാത്തു നിൽക്കുകയാണ്. കുഞ്ഞാലി സാഹിബിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓക്കെ ഞാൻ തങ്ങളോട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് അങ്ങനെ തിരിച്ച് ഞങ്ങൾ എതിർത്ത് തങ്ങളത്ത് വന്ന് തങ്ങളോട് പറഞ്ഞു ഇങ്ങനെ കുഞ്ഞാപ്പാനെ കണ്ടിരുന്നു, കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ആയിക്കോട്ടെ. പിന്നെ തങ്ങൾ 1-2 പേരൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ അവരൊക്കെ ഞങ്ങൾ പോയി കണ്ട്. അപ്പോൾ ഡേറ്റ് 14 നാളെ 15. അപ്പോൾ ഇതിൽ വേറൊരു വലിയൊരു മിറാക്കിൾ എന്ന് പറയുന്നത്, ഞങ്ങൾ കോളേജിൽ നിന്ന് ബസ്സിൽ കയറിയിട്ട് ഡൽഹിയിലേക്ക് 350 കിലോമീറ്ററാണ്. 5 കിലോമീറ്റർ യാത്ര ചെയ്തപ്പോൾ നമ്മളെ നീയത്ത് പണക്കാട്ട് വന്നു ഈ 15 ലക്ഷം കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ. അതിൽ 5 കിലോമീറ്റർ യാത്ര ചെയ്തപ്പോൾ എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് വരികയാണ്. എൻ്റെ മണ്ണാർക്കാടുള്ള എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ജ്യേഷ്ഠൻ, ഞങ്ങൾ മേനു എന്ന് വിളിക്കും, മൊയിനുദ്ദീൻ, എൻ്റെ ജ്യേഷ്ഠനാണ് മെസ്സേജ് അയക്കുന്നത്. പേഴ്സണൽ മെസ്സേജാണ്. ഞാൻ അങ്ങനെ ഇതിൻ്റെ ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ ചർച്ച ചെയ്യാണ്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത മെസ്സേജ് പള്ളിയുടെ കാര്യങ്ങൾ എന്തായി എന്നുള്ളതാണ്. അപ്പം ഞാൻ മെസ്സേജിലോട്ട് പോയി. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ട് ഇങ്ങനെ പോവാണ്, ഇന്നതാണ് സാഹചര്യം എന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പര് ഇന്നെ വിളിച്ചു. അപ്പോൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നു അതിൽ പറഞ്ഞു, ഇങ്ങനെ ഒരു 15 ലക്ഷം വേണം, ഞങ്ങൾക്ക് കടമായിട്ടെങ്കിലും വേണം, ഇങ്ങനെ സാഹചര്യത്തിൽ പോവാണ്, നല്ലൊരു ബുദ്ധിമുട്ടിലാണ്, നിങ്ങൾ ദുആ ചെയ്യുന്നൊക്കെ പറഞ്ഞു. ഓക്കെ. എന്നിട്ട് മൂപ്പര് ഫോൺ കട്ട് ചെയ്ത് അതുകൊണ്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് മൂപ്പര് വിളിച്ചിട്ട് പറഞ്ഞു നാളെ ഒരു 5 ലക്ഷം കോഴിക്കോട് നിന്ന് വാങ്ങാനുള്ള കാര്യങ്ങൾ ചെയ്തു പറഞ്ഞു. അപ്പോൾ വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. കാരണം നമ്മളൊരു നിയ്യത്തിലിറങ്ങി ഒരു 10 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ആ 1/3 ഫില്ല് ചെയ്യുകയാണ്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞു, പടച്ചോണ്ട് അസ്ലംക പടച്ചോനുണ്ട്, നമ്മളെ നെയ്യത്ത് റൈറ്റ് റൂട്ടിലാണ് പോകുന്നത് എന്ന് പറഞ്ഞു. അതപ്പം തന്നെ കോഴിക്കോടുള്ള നമ്മളിതുമായി ബന്ധപ്പെട്ട് ഇവിടെ നമ്മളെ ജൂനിയേഴ്സ് നമ്മളെ കൂടെ പഠിക്കുന്ന ആദർശ അവരൊക്കെ നാട്ടിലുണ്ടല്ലോ സജീവമായിട്ട്. അപ്പോൾ അവരോടൊക്കെ പറഞ്ഞ് നാളെ കോഴിക്കോട് നിന്ന് ഇങ്ങനെ ഒരു എമൗണ്ട് കളക്ട് ചെയ്യണം, അതിങ്ങോട്ട് എത്തിക്കണം, കാര്യങ്ങളൊക്കെ ചെയ്യണം. അവിടെ ആഷിക്കുണ്ട് കൂടെ, നമ്മളെ കൂടെ ആഷിക്കുണ്ട്. അപ്പോൾ ആഷിക്കുമായി കണക്ട് ചെയ്ത് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം തന്നെ എന്ത് ചെയ്തു, അന്ന് വൈകുന്നേരത്ത് തന്നെ അവിടെയുള്ള കുട്ടികൾ ഓണേഴ്സിനെ പോയി കണ്ടിട്ട് 5 ലക്ഷം കൂടി ആയിട്ടുണ്ട്, അവർ ഇവിടെ തിരിച്ച് കേരളത്തിലോട്ട് പോയിക്കാണ്, അവർ നിങ്ങൾ നാളെ കൂടി അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 14 തീയതി ആയപ്പോഴത്തിന് നല്ലൊരു ശതമാനമായി അതിലേക്ക് 2 ഭാഗം ഫില്ല് ചെയ്തു. പിന്നെ ഒരു 5 ലക്ഷം കൂടി വേണം. കോഴിക്കോട് കടപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം, എന്താ അവരോട് പറയുക, 5 ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കടല അയച്ചിരിക്കുകയാണ് ആ സമയത്ത്. കാരണം ഷെഫ്രീൻ്റെ നാട് കോഴിക്കോടാണ്. അങ്ങനെ ആ സമയത്ത് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് മുനമ്പള്ളി തങ്ങളൊരു മെസ്സേജ് വന്നിട്ട് ഒരാൾ 5 ലക്ഷം തന്നിട്ടുണ്ട് ഫണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഷെഫ്രീനെ നമുക്ക് തിരിച്ചു പോവാം, കാര്യങ്ങൾ കഴിഞ്ഞു, വന്ന നീയത്ത് അള്ളാഹ് റാഹത്തിലാക്കി തന്നു പറഞ്ഞു. അപ്പോൾ ആ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ ഇത് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. നമ്മളിതിൽ ആത്മാർത്ഥമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വഴികൾ പലതായി പടച്ചോൻ ഇട്ടിരും എന്നുള്ളതായിരുന്നു. അതിൽ തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ അന്നത്തെ ഞങ്ങൾ ഫസ്റ്റ് മലപ്പുറത്ത് വന്ന് ഞങ്ങളൊരു പള്ളിയിൽ ഇങ്ങനെ നിസ്കരിച്ച് കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടില്ലല്ലോ, ഇങ്ങനെ നേരെ കൊച്ചിയിലായിരുന്നു. കൊച്ചിയിൽ നിന്ന് ഇങ്ങനെ വരുന്നപ്പോൾ ഫ്രഷൊന്നും ആയിട്ടില്ല. അപ്പോൾ അവിടുത്തെ പള്ളിയിലെ ഉസ്താദിനോട് പോയി ചോദിച്ചു ഇങ്ങനെ എനിക്കൊന്ന് ഫ്രഷ് ആകാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് കണ്ടിക്കണമല്ലോ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പഞ്ചാബിലെ പള്ളിയുടെ ഒരു നിങ്ങൾക്ക് ഫ്രഷ് ആവാൻ പറ്റില്ലെങ്കിൽ ആരൊക്കെ ഫ്രഷ് ആകണം. മൂപ്പര് റൂമിൽ കൊണ്ടുപോയി തോർത്തും കാര്യങ്ങളൊക്കെ തന്നു ഫ്രഷായിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ ഒരു ലഘു ഭക്ഷണമൊക്കെ ഒരുക്കിയിട്ട് അവിടുന്ന് ദുആ ചെയ്തിട്ടാണ് പോരുന്നത്. അപ്പോൾ അന്നൊക്കെ ഇങ്ങനെ നമ്മൾ വലിയ എന്തൊരു കാര്യം ചെയ്യുകയാണ് എന്നുള്ള നമുക്കിത് തോന്നിയിട്ടില്ല. നമ്മൾ ചെയ്യുന്നത് ഭയങ്കര മാത്രമായ ഒരു കാര്യമാണെന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തോന്നിയില്ല. കാരണം നമ്മൾ അതിൽ ജീവിക്കായിരുന്നു, ആ പദ്ധതിയിൽ അങ്ങനെ ജീവിച്ചു പോവുമായിരുന്നു. അങ്ങനെ തങ്ങളെ മെസ്സേജ് വരുന്നു, ഞങ്ങൾ തിരിച്ച് കോയമ്പത്തൂരിൽ നിന്നാണ് റിട്ടേൺ വരുന്നത്. അപ്പോൾ പിന്നെ ഹൈദരലി തങ്ങളത് കാണുന്നുണ്ട്, പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് കാരണം ഫ്ലൈറ്റ് കൂടി ബുക്ക് ചെയ്തു. അപ്പോൾ ഈ പേയ്മെൻറ്റ് കിട്ടിയ നാട്ടിൽ അറിയിക്കുന്നു, അവർ ഓക്കെ പേയ്മെൻറ്റൊക്കെ കൊടുത്ത് കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് ഞങ്ങൾ അപ്പോൾ ഒരു ദിവസം തന്നു, പേയ്മെൻ്റ് ആയല്ലോ, അപ്പോൾ ഒരു 2-3 ദിവസം വരെ എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്തു തന്നു. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ നിന്ന് ഞാൻ വീട്ടിൽ നിന്ന് പോരുകയാണ്. അപ്പോൾ പഞ്ചാബിൽ പോരുമ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് ഭക്ഷണമൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുമല്ലോ. അങ്ങനെ പാക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കരുതി എന്നാൽ തങ്ങളെന്ന് വിളിച്ചു പറയാം, ഹൈദരലി തങ്ങളെന്ന് വിളിച്ചു പറയാം. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന തങ്ങൾ വിളിക്കുന്നു, തങ്ങൾ ഫോൺ എടുക്കുന്നു, ഓക്കെ ഇൻഷാ അല്ലാഹ് ഖുറാത്താവട്ടെ ഒന്ന് വെക്കും എന്നുള്ളതാണ്. അപ്പോൾ തങ്ങളെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒറ്റയ്ക്ക് പോയിട്ട് ഞാൻ അങ്ങനെ തങ്ങളെ വിളിച്ചു. തങ്ങളെ ഇങ്ങനെ പഞ്ചാബിലത്തെ കുട്ടികളാണ് അവിടെ വന്നിരുന്നില്ലേ, ആ ഓക്കെ. തങ്ങൾ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് എവിടെയൊക്കെ പോയി, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു, എങ്ങനെയാണ്, ഓക്കെ ഇൻഷാ അല്ലാഹ് ആ കാര്യങ്ങളൊക്കെ റാഹത്തിലാവട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരണം എന്ന് ആഗ്രഹം, ഒന്നും കുഴപ്പമില്ല, ഇനി ലീവിനോ കോഴ്സ് കഴിഞ്ഞിട്ടോ വരിക, പാണക്കാട് വരണം എന്ന് പറഞ്ഞു. വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഒരുപാട് തിരക്കുകളുള്ളൊരു മനുഷ്യൻ, നമ്മുടെ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നത്, വളരെ താല്പര്യപൂർവ്വം പാണക്കാട്ടേക്ക് വരണം എന്ന് പറയുന്നത്. ആ ഒരു ഇൻവിറ്റേഷൻ ഞങ്ങൾ തങ്ങളെ മരണം വരെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. കാരണം നിരന്തരമായി പാണക്കാട് വിഷയമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. തങ്ങൾ ഞങ്ങളെ സുസ്മേധവദനായിട്ട് ഞങ്ങളെ സ്വീകരിച്ചിരുത്തുകയും ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അന്ന് ഇത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് ഉപ്പാട് പറഞ്ഞു തങ്ങളെ വിളിച്ചായിരുന്നു. അപ്പോൾ ഉപ്പ പറഞ്ഞു എന്തിനാ തങ്ങളെ ഫോണിലൊക്കെ വിളിക്കണം, നേരിട്ട് പോയി പറയണ്ടേ, സമയമില്ലാത്തതുകൊണ്ടാണ് തങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി. അതൊരു വല്ലാത്തൊരു മൊമെൻ്റ് ആയിരുന്നു. ഇതിൽ മുന്നോട്ട് പോകുമ്പോൾ പ്രതിസന്ധികൾ ഉണ്ടായിക്കഴിഞ്ഞാലും കൂടെ ഇവിടെ പഠിച്ചോൻ്റെ പല സഹായങ്ങളായിട്ട് ഇറങ്ങുക എന്നുള്ളൊരു നിമിഷമായിരുന്നു അത്. ഇതിൽ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ചെങ്കിൽ ഇതൊരു മൈൻഡ് സെറ്റാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പഠിച്ചോൻ്റെ ഒരു മൈൻഡ് സെറ്റ് എങ്കിൽ എന്നെ പെട്ടെന്ന് ഗീവ് അപ്പ് ചെയ്യും, അയ്യോ നടക്കൂല. ഈ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞ സാധനം ഇപ്പം നമ്മൾ വീഡിയോ കാണുന്നതിൽ കുറച്ച് പേരും യൂത്ത് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. അവരൊക്കെ ചെയ്യുന്നത് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷെ സ്റ്റെപ്പ് ഇനീഷ്യലി 0 to 1 സ്റ്റെപ്പ് എടുക്കാനുള്ള ഇതായിട്ടുണ്ടാവും. പക്ഷെ ഗീവ് അപ്പ് ചെയ്യും പെട്ടെന്ന്. ആ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഗീവ് അപ്പ് ചെയ്യാതെ അതിന് മുന്നേറി പഠിച്ചതിനുള്ള വഴി കാണിച്ചൊന്നും വരാത്തത്. ഓക്കെ, ഇനി ഞാൻ ചോദിക്കണത് ക്യാമ്പസ് പൊളിറ്റിക്സ്. നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരു ഓണ്ടർപ്രണറാണ്. എന്താ എവരി പ്ലാന്റ് എന്നുള്ള രീതിക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ ബിസിനസ്സിലേക്ക് ഇനി എങ്ങനെയാണ് ഈ ഒരു ക്യാമ്പസ് പൊളിറ്റിക്സിനെ ഇൻവോൾവ് ആയിട്ടുള്ളത്? അത് പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഒരു പാഷനാണ്. നമ്മൾ അതിൽ ലയിച്ച് ചേർന്ന് ജീവിച്ചു വന്നതാണ്. നമ്മളെ കുടുംബ പശ്ചാത്തലം, നമ്മളെ നാടിൻ്റെ പശ്ചാത്തലം എന്നുള്ളത്. ആമുഖമായിട്ട് പറയാനുള്ളത് എല്ലാവർക്കും പൊളിറ്റിക്സ് വേണം. ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഒരു പൊളിറ്റിക്കലി ഒരു മൈൻഡ് ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. എല്ലാവർക്കും ഒരു പൊളിറ്റിക്സ് വാട്ടെവർ എ ഓർ ബി എന്തോ ആയിക്കോട്ടെ, ഒരു പൊളിറ്റിക്കലി എംപവർ ആവുക എന്നുള്ളത് യുവാക്കൾക്ക്, വിദ്യാർത്ഥികൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അല്ലെങ്കിൽ നമ്മളെ ചൂഷണം ചെയ്യും. ഈ നാടിൻ്റെ റൈറ്റ്സും ഒരു പൗരൻ്റെ റൈറ്റ്സും അറിയണമെങ്കിൽ സോഷ്യലി നമ്മൾ ഇടപെടണം എന്നുള്ളതാണ്. അപ്പോൾ പൊളിറ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ അംബ്രാസ് പറഞ്ഞ പോലെ യൂത്തിന് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് പൊളിറ്റിക്സ് എന്ന ഒരു വേസ്റ്റ് ഓഫ് ടൈം എന്നുള്ളതാണ്. ഒരിക്കലുമല്ല. ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ത്യയിൽ ജീവിക്കുന്നത് സംബന്ധിച്ചിടത്തോളം. പിന്നെ പൊളിറ്റിക്കലി ഞാൻ MSFൻ്റെ ഭാരവാഹിയായിട്ടാണ് CCSTയിൽ തുടക്കമുള്ളത്. അന്ന് ജില്ലാ കമ്മിറ്റിയിലും അല്ലെങ്കിൽ എൻ്റെ പ്രദേശം മണ്ണാർക്കാട്ടിലെ മണ്ഡലം കമ്മിറ്റിയിലും ക്യാമ്പസിലൊക്കെ പ്രവർത്തിക്കുന്നു. പിന്നെ അതിൽ നിന്നൊരു പറിച്ച് നടലായിരുന്നു. ഞാൻ ഇവിടുന്ന് നാട്ടിൽ നിന്ന് പഞ്ചാബിലോട്ട് കയറുമ്പോൾ എൻ്റെ വസ്ത്രങ്ങളുടെ കൂടെ MSFൻ്റെ കൊടിയും കൊണ്ടുപോയ മനുഷ്യനാണ്. കാരണം അത് അത്രയും നമ്മളെ ലയിച്ച് ചേർന്ന് ജീവിക്കുന്നതാണ്. കാരണം അത് നമുക്കൊരു ഫീലാണ്. നമ്മളിങ്ങനെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ, വിദ്യാർത്ഥികളുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, സംഘടനാ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട്. അത് അതിൽ നിൽക്കുന്ന അവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. അത് നമ്മൾക്ക് എന്താ വെച്ചാൽ കൂടെ ഉള്ളവർക്കൊരു താങ്ങാവുക എന്നുള്ളതാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് മനസ്സിലാവും. നമ്മൾ ക്യാമ്പസിൽ വളരെ സജീവമായിട്ട് പൊളിറ്റിക്കലും കാര്യങ്ങളായിട്ട് നടക്കുമ്പോൾ മനസ്സിലാകും. ഇപ്പോൾ കിട്ടുന്ന റിസൾട്ട് പറഞ്ഞാൽ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പല ജോലികൾ തിരക്കുകളുണ്ട് വിദേശത്തോ നാട്ടിലൊക്കെ ആയിട്ട്. പക്ഷെ അവരുടെ ഒരു പ്രശ്നം വന്ന് നമ്മളെ വിളിക്കാം, എടാ വീട്ടിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഈ ഒന്ന് പോവോ, എടാ ഇന്നൊരു സർട്ടിഫിക്കറ്റ് കിട്ടാണ്ട്, അതെന്താ ചെയ്യേണ്ടത്, യൂണിവേഴ്സിറ്റിയിൽ എടാ എൻ്റെ വൈഫിൻ്റെ റെഗുലറായിട്ട് കാണുന്നു വൈഫിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല, ഒരു ഇയറിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഒരു പ്രശ്നം വന്നാൽ നമ്മളെ വിളിക്കാൻ നമ്മളിവിടെ ഇപ്പുറത്തുണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് പൊളിറ്റിക്സ് കാലത്ത് ഞാൻ എല്ലാ പ്രശ്നത്തിനും സൊല്യൂഷൻ എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളതാണ്. അത് ചിലപ്പോൾ സർട്ടിഫിക്കറ്റുകളാകാം, ചിലപ്പോൾ കുടുംബ പ്രശ്നങ്ങളായിരിക്കും, ചിലപ്പോൾ വീടിൻ്റെ എന്തെങ്കിലും വിഷയങ്ങൾ. അവർക്കൊരു ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം വന്നാൽ ഇവനോട് സംസാരിക്കുക എന്ന തോന്നലുണ്ടാകുന്നത് ഈ പൊളിറ്റിക്കലി നമ്മളിങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ്. ഒരു പൊളിറ്റിക്സുമായിട്ട് നമ്മൾ നിൽക്കുന്നത്. അത് എന്നെ വിളിക്കുന്നത് എൻ്റെ രാഷ്ട്രീയ പാർട്ടിക്കാർ മാത്രമൊന്നല്ല, എൻ്റെ സുഹൃത്തുക്കൾ. അതെനിക്ക് സംഘടനയിൽ നിന്ന് കിട്ടിയിട്ടുള്ള മറ്റു സംഘടനയിലും സ്വന്തം സംഘടനയിലും ഒക്കെ ഒരുപാട് ആത്മാർത്ഥ സുഹൃത്തുക്കളുണ്ട്, അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ബിസിനസ് ഇതിനോട് എങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. യാത്ര ചെയ്തിട്ടാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആർക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ യാത്ര ചെയ്യും, ഓരോ സ്ഥലങ്ങളിൽ പോകും, യാത്ര ചെയ്യും, അതിങ്ങനെ സ്റ്റോറി ഇടും. അപ്പോൾ ആളുകൾ ഇതെവിടെ സ്ഥലം ചോദിക്കും. ചിലപ്പോൾ റിസോർട്ടിലൊക്കെ പോയാൽ ഈ റിസോർട്ട് എവിടെയാണ്, അപ്പോൾ ഞാൻ ആ റിസോർട്ട് പറഞ്ഞു കൊടുക്കും, അവർ നിൽക്കും. അപ്പോൾ റിസോർട്ടുകാരെ വിളിക്കും, ഇവർ വന്നിരുന്നു, ഞാൻ അടുത്ത വർഷം വരുമ്പോൾ ഫ്രീ ആയിട്ട് നിന്നോ എന്നൊക്കെ പറയുമ്പോൾ ഇതിങ്ങനെ ചിന്തിച്ചു എന്നതൊരു ബിസിനസ് ആക്കാമല്ലോ എന്നുള്ള ചിന്തയാണ് വന്നത്. അപ്പോൾ യാത്രയും ചെയ്യാം, എന്നാൽ നമുക്ക് സ്ഥലങ്ങൾ കാണുകയും ചെയ്യാം, അത് നമുക്ക് മറ്റുള്ളവരിലേക്ക് കൊടുത്ത് അവർക്കും യാത്ര ചെയ്യുക എന്നുള്ളതാണ്. കാരണം യാത്ര എന്നുള്ള ജീവിതമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം നമ്മളെ ഈ ഒരു ജീവിച്ചു പോകുന്ന ജോലിയുടെ തിരക്കുകൾ, സ്ട്രെസ്സുകളൊക്കെ മാറ്റാനും പുതിയ ആളുകളെ കണ്ടറിയാനും. ഞാൻ വളരെ ലോ കോസ്റ്റിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. തുടക്കത്തിലൊക്കെ റൈഡുകളായിരുന്നു, 1 മാസം 2 മാസമൊക്കെ ഒറ്റയ്ക്ക് റൈഡ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഏറ്റവും സാധാരണക്കാരായ ആളുകളെ കണ്ട് സാധാരണക്കാരെ കൂടെ ഇടപഴകി അവരെ കൂടെ നിന്നിട്ടൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്നത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അന്നത്തെ കാലത്ത് ഇങ്ങനെ റീലോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ 2018 ഞാൻ ഒരു 2 മാസത്തോളം നോർത്ത് ഇന്ത്യ യാത്ര ചെയ്തിട്ടുണ്ട്. അന്ന് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അനുഭവങ്ങൾ ഞാൻ യാത്ര ചെയ്തതൊക്കെ നമ്മളുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള റിസോർട്ടുകൾ കാണാൻ, ഒരു ഡെസ്റ്റിനേഷനിൽ പോയാൽ എന്താണ് അവിടെ നടക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അന്നൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് എനിക്ക് ഏറ്റവും രസകരമായൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ മണാലിയിൽ നിന്ന് ഉത്തരാഖണ്ഡിലോട്ട് പോവുകയാണ്. ആ പോകുന്ന സമയത്ത്
എൻ്റെ ബൈക്ക് കേടുവന്നു. ബൈക്ക് കിടന്നിട്ട് ഒരു വില്ലേജിലാണ്, അവിടെ ഒന്നുമില്ല, അവിടെ ഒരു പലചരക്ക് കടയും അതിനോട് ഒരു സ്റ്റോർ റൂം മാത്രമേ ഉള്ളൂ. അപ്പോൾ ബുള്ളറ്റിൻ്റെ മെക്കാനിക്ക് അവിടെ പരിസരത്ത് എവിടെയില്ല. അപ്പോൾ വരുന്ന ആൾ 2 ദിവസം കഴിഞ്ഞിട്ടേ എത്തുള്ളൂ. അങ്ങനെ അവരോട് പോലും സംസാരിച്ച്, അപ്പോൾ ഞാനവിടെ താമസിക്കില്ല, രക്ഷയില്ല. ഞാൻ വണ്ടി അവിടെ നിർത്തി. അപ്പോൾ അയാൾ പറഞ്ഞു അവിടെ താമസിച്ചോ, ആ സ്റ്റോറേജിൽ താമസിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ താമസിക്കും. രാവിലെ എന്ത് ചെയ്യും, അവിടെ തൊട്ടടുത്തൊരു ആടിനെ മേക്കുന്ന ആൾക്കാർ, അവരെ കൂടെ ആട് മേക്കാൻ പോകും. എന്നിട്ട് അവർ ആട് മേക്കുന്നതിൻ്റെ കൂടെ നിന്ന് അവരെ വർസ്ഥാനം പറയും, അവരുടെ ഭക്ഷണം കഴിക്കും, ആപ്പിളൊക്കെ കഴിക്കും. ആ 2 ദിവസം ഭയങ്കര അമേസിങ് ആയിരുന്നു. നമ്മൾ അപ്പോഴാണ് മനസ്സിലായി വില്ലേജിൽ പോയി താമസിക്കുന്ന ആളുകളോട് ഇടപഴകുന്നതുമായിട്ട് ഒരു ടൂർ പറഞ്ഞാൽ ഭയങ്കര ഒരു രസമാണെന്നുള്ളത്. ഇന്നിപ്പോൾ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് വില്ലേജ് ടൂർ. കാശ്മീരിലൊക്കെ വില്ലേജ് ടൂർ പോകുക എന്നുള്ളത് വളരെ ട്രെൻഡിങ് ആണ്. ശരിക്കും അങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടത്. യാത്ര ഇഷ്ടപ്പെടുന്നവർ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ, ഇപ്പോൾ മണാലി പോകുന്നവർ മണാലിയും മഞ്ഞും കണ്ടുവരികയാണ്. അവിടെ ഒരുപാട് മനോഹരമായ വില്ലേജുകളുണ്ട്. കാശ്മീരിൽ പോകുന്നവരും അത് തന്നെയാണ് ചെയ്യുന്നത്. കാശ്മീരിൽ സോൻമർഗും ഗുൽമർഗും ശ്രീനഗർ സിറ്റിയും പഹൽഗാമും അല്ലാതെ ഒരുപാട് മനോഹരമായ വില്ലേജുകളുണ്ട്. അപ്പോൾ ആ യാത്രയും പൊളിറ്റിക്സും ഇത് രണ്ടും എനിക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ MSFൻ്റെ ദേശീയ വൈസ് പ്രസിഡന്റാണ്. അപ്പോൾ MSFൻ്റെ ദേശീയ കമ്മിറ്റിയുടെ ഭാഗമായി പല ക്യാമ്പസ്, മറ്റ് പല സംസ്ഥാനങ്ങളിലെ പല ക്യാമ്പസുകൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ നിരന്തരം പോകുന്നതാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയി കുട്ടികളെ കാണാം, അവരോട് സംസാരിക്കാം. അതെൻ്റെ ഒരു പക്ഷേ ബിസിനസ്സിൻ്റെ കാര്യങ്ങളായിട്ട് പോകുമ്പോഴായിരിക്കും, ചിലപ്പോൾ പൊളിറ്റിക്കിൻ്റെ കാര്യങ്ങൾ. ഇത് രണ്ടും എനിക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയും. അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പാഷനും പ്രൊഫഷനൊക്കെ ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ്. അത് എല്ലാവർക്കും പറ്റാത്തൊരു കാര്യമാണ്. ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്. അതായത് അവർ ഒരുപാട് ആഗ്രഹമുള്ള സംഭവം ഉണ്ടാവും, പക്ഷെ അതൊരു പ്രൊഫഷനാക്കി ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് തന്നെ ഇപ്പം ഞാനിങ്ങനെ ക്ലാസ് എടുക്കാൻ പോകുന്നതും ഇവിടുത്തെ കുട്ടികളുടെ പ്രോഗ്രാംസ് കാണുമ്പോൾ എൻ്റെ ലൈഫ് 4-5 വരുമാനം ഉണ്ടാവും പറഞ്ഞേക്കാം. പക്ഷെ അവർ തിരിച്ചു വരണം, എനിക്കിങ്ങനെ വരണം എന്നൊക്കെ പറയുന്നേക്കാം. അത് നല്ലൊരു ഭയങ്കര ഹാപ്പിനെസ് ആണ്. കാരണം നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യം ചെയ്തിട്ട് പ്രൊഫഷൻ ആക്കുക എന്നുള്ളത്. അപ്പോൾ എനിക്കിനി നെക്സ്റ്റ് ഓഡിയൻസിന് കൊടുക്കാനുള്ളൊരു ഓഡിയൻസിന് കിട്ടുന്നൊരു രീതിക്ക് ചോദിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സാധനം തന്നെ ഒരുത്തിന് അവൻ്റെ പാഷന് പ്രൊഫഷൻ ആക്കണമെങ്കിൽ ഒരു ഈസി അല്ല. അസ്ലൻ്റെ ഒരു അഡ്വൈസ് എന്താണ് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ? അങ്ങനെ ആഗ്രഹിക്കുന്നവരോട് പറയാനുള്ള കാര്യം എന്താ? ഒന്നാമത് ഒരു ഇന്ത്യൻ കൾച്ചർ ഉണ്ട്. അത് ഒരു ഓണ്ടർപ്രണർ ആകുന്ന സമയത്ത് ഒരു ഇന്ത്യൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ, എസ്പെഷ്യലി നമ്മുടെ ഫാമിലി എപ്പോഴും പറയുന്നതാണ്, കമ്പയർ ചെയ്യായിരിക്കും. ഇപ്പം അംബ്രാസ് ഒരു ഓണ്ടർപ്രണർ ആകുമ്പോൾ അംബ്രാസിൻ്റെ കൂടെ പഠിച്ച് ലീഡിൽ പഠിച്ച് നല്ല ജോലി കിട്ടിയ ഒരാൾ പറയുന്ന ഒരുപാട് ഫാമിലി കമ്പയർ ചെയ്യുന്നത് സക്സസ്ഫുൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി നല്ലൊരു വീട്, സ്ഥലം, നല്ല വാഹനം, ഇതൊക്കെയാണ് സക്സസ്ഫുള്ളിൻ്റെ മീനിങ് സൊസൈറ്റി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അംബ്രാസിനെ കമ്പയർ ചെയ്യും, എൻ്റെ കൂടെ പഠിച്ചോണേ ലെവനുണ്ട്, അങ്ങനെ അല്ലെങ്കിൽ എസ്പെഷ്യലി എന്നെ കമ്പയർ ചെയ്യുന്നതാണ്, എൻ്റെ കൂടെ പഠിച്ചല്ലേ അവർക്ക് നല്ല നിലയിലെത്തിയില്ലേ, ഈ ഇങ്ങനെ നടക്കുന്നത് എന്താണെന്നുള്ളത്. അപ്പോൾ ഓണ്ടർപ്രണർഷിപ്പിനോട് വലിയൊരു ചലഞ്ച് ഉണ്ട്. സൊസൈറ്റി ഉണ്ടാക്കിയിട്ടുള്ള, ഫാമിലി ഉണ്ടാക്കിയിട്ടുള്ള, അത് ആരുടെയും കുറ്റമല്ല, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ആളുകൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളാണ്. അപ്പോൾ അതിനൊക്കെ തരണം ചെയ്ത് പോകാമെന്നുണ്ടെങ്കിൽ നമ്മുടെ പാഷൻ, അതുപോലെ നമ്മൾ അതിനെ കൊണ്ടുപോകാൻ പ്രാക്ടിക്കലി പോസിബിളാണെന്ന് നോക്കുക. നമുക്കൊരു പാഷൻ ഉണ്ടാവും, അത് റിയൽ ആയിട്ടുള്ളൊരു ബിസിനസ് ആവണം. ഒരു വലിയൊരു നമ്മളെ കയ്യിൽ ഫണ്ട് ഇല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഫണ്ട് വേണം, അല്ലെങ്കിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം എന്നുള്ളതൊക്കെ ഒരു പ്രാക്ടിക്കലി പോസിബിൾ ആവും എന്നുള്ളതാണ് ആദ്യം ചിന്തിക്കേണ്ടത്. ഞാൻ എൻ്റെ പാഷൻ യാത്രയാണെന്ന് പറയുമ്പോൾ ഏറ്റവും ലോ കോസ്റ്റിൽ ബിസിനസ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാന്നുള്ളത് മനസ്സിലാക്കിയോണ്ടാണ്. കാരണം ഒരു സിസ്റ്റം, ഒരു റൂം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലിരുന്നോ നമുക്ക് ചെയ്യാം എന്നുള്ള നെറ്റ്വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അപ്പോൾ ഈ യാത്ര ചെയ്ത് നമ്മൾ ചെയ്യുന്ന നമ്മുടെ സ്റ്റാറ്റസുകളും നമ്മൾ അറിയുന്ന ആളുകളും യാത്ര ചെയ്ത് പോകുമ്പോൾ ഉണ്ടാവുന്ന നമ്മളെ കാണുമ്പോൾ ഇവനോട് ചോദിക്കാം അവൻ യാത്ര ചെയ്യുന്നത് എന്നുള്ളത്. ആദ്യം ഇതിൽ വേണ്ടത് പേഴ്സണൽ ബ്രാൻഡിങ് ആണ്. അംബ്രാസിനെ കുറിച്ച് പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമല്ല. കാരണം ഞാൻ യാത്ര ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കുന്ന ആളുകൾ എന്നോട് ഒരു സിയാറത്ത് ടൂർ വരെ പോകുമ്പോൾ ചോദിക്കും, അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ എന്താണ്, അല്ലെങ്കിൽ എവിടെ നിന്ന് പോകേണ്ടത്, ഏതാണ് കട, എങ്ങനെയാണ്. അപ്പോൾ ആളുകൾക്കിടയിലേക്ക്, നമ്മുടെ ആളുകളുടെ ഇടയിലേക്ക് നമ്മളൊരു യാത്രക്കാരനാണെന്നുള്ളതാണ് ഞാൻ ആദ്യം കാണിച്ചത്. അപ്പോൾ ഇത് പാഷനും പ്രൊഫഷനും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ പാഷനും അതിന് ഫീസിബിൾ ആണോ എന്നുള്ളത്, പോസിബിൾ ആണെന്നുള്ളത് എപ്പോഴും നോക്കണം. അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പിന്നെ ഫാമിലി പറയാം കുറച്ചാലും ജോലി ചെയ്തിട്ട് പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ബിസിനസ് ചെയ്തോ എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ഐഡിയ വാലിഡ് ആണെങ്കിൽ അതിന് എന്നൊരു സാധ്യത ഉണ്ട്. നമ്മളതിൽ 100% എഫേർട്ട് ഇടുകയാണെങ്കിൽ അതിന് ഇവിടെ ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അടിപൊളി. അപ്പോൾ ഇപ്പം നെക്സ്റ്റ് ഇപ്പം നമ്മൾ ലൈവിൽ എവരി പ്ലാനറ്റിൽ മാത്രം ആണെങ്കിൽ വേറെ എന്തെങ്കിലും വെർട്ടിക്കൽസിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നു? ഇല്ല, ഇപ്പോൾ ഞാൻ ടോട്ടൽ, കാരണം ഞാൻ ഈ 9 വർഷം ഈ ഒരു പള്ളിയുടെ കാര്യങ്ങളും തിരക്കിലായിരുന്നു. ഞാൻ അതിന് ഈ ഓഗസ്റ്റിന് ശേഷമാണ് തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുള്ളത്, നിൻ്റെ കാര്യം മാത്രം നോക്കി ഇനി എനിക്ക് എൻ്റെ ബിസിനസ് കാര്യങ്ങൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് പണക്കടന്ന് തങ്ങന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ബിസിനസ്സിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അത് ആഗ്രഹിക്കുന്ന പല വെർട്ടിക്കൽ അതിൽ തന്നെ പല വെർട്ടിക്കലിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്.
എന്തായാലും ഉഷാറാവട്ടെ. ഇനി എനിക്ക് നമ്മൾ പള്ളിയിലേക്ക് ഒന്നുകൂടി തിരിച്ചു വരാം കേട്ടോ. പള്ളിയിലേക്ക് തിരിച്ചു വരാൻ കാരണം ഞാൻ പറഞ്ഞുതരാം. 9 വർഷം എടുത്തു. ഇപ്പൊ നമ്മളെ പള്ളിയുടെ ഒരു സിറ്റി ഇത് എങ്ങനെയാണ് അവസ്ഥ, മീൻസ് എന്തൊക്കെയാണ് അവിടുത്തെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്? ഓക്കെ ഓക്കെ, അത് ഞാൻ പറയുന്നത് ഇതൊരു പള്ളി എന്ന് മാത്രം നമുക്ക് പറയാനുണ്ട്. ഇതൊരു കൾച്ചറൽ സെൻ്ററാണ്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഒരു മലയാളി സെൻ്റർ ആയിട്ടാണ് നമ്മളവിടെ ഈ സെൻ്ററിലുള്ളത്. 5000 മലയാളികൾ നിലവിലുണ്ട്. ഇപ്പോൾ കേരളപ്പിറവിയോടനുബന്ധിച്ചിട്ട് അവിടെ കുട്ടികളൊക്കെ ഗ്യാദർ ചെയ്ത പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ ഏത് കുട്ടികൾക്കും അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവിടെ വരാം. അവിടെ നമ്മൾ രണ്ട് മലയാളി സ്റ്റാഫുകളുണ്ട്. ബാക്കി അവിടുത്തെ മറ്റുള്ള കാര്യങ്ങൾക്കുള്ള സ്റ്റാഫുകളൊക്കെ ഉണ്ട് അവിടെ. അവിടെ നമ്മളൊരു പ്രെയർ റൂം, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് പ്രെയർ റൂം ഉണ്ട്. അതിൽ കോൺഫറൻസ് ഹാൾ വരുന്നത് അത് അവിടുത്തെ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്റർ ആയിട്ടാണ്. കുട്ടികളെ ഇൻഷാല്ല ഒരു ദിവസം വരണം, കുട്ടികളൊക്കെ ഒന്ന് കാണണം, അവരൊക്കെ ഒന്ന് ഇന്ററാക്ട് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ 200ഓളം കോഴ്സുകളുണ്ട് അവിടെ. 65 ഡിപ്പാർട്ട്മെന്റ്, MBBS അല്ലാത്ത എല്ലാ കോഴ്സുകളും ഉണ്ട്. അപ്പോൾ ഈ കുട്ടികളുടെ അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ട രീതിയിലുള്ള പ്രൊജക്റ്റുകളൊക്കെ നമ്മൾ ഈ കോൺഫറൻസ് ഹാൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ലൈബ്രറി, ആ ലൈബ്രറിയിൽ മലയാളത്തിലെ ബുക്കുകളുണ്ട്, മറ്റുള്ള എല്ലാ ഭാഷകളിലുള്ള അറബിയിലും ഇംഗ്ലീഷിലും ഉറുദുവിലൊക്കെ ഉള്ള പല ബുക്കുകളും ആ ലൈബ്രറിയിലുണ്ട്. പിന്നെ ഉള്ളത് അവിടെ ഗസ്റ്റ് റൂമുകളാണ്. ഈ ഫാമിലിയൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പോൾ, ഇപ്പോൾ ലാസ്റ്റ് കോൺവെക്കേഷൻ കഴിഞ്ഞ 9-ാം തീയതി നടന്നു. അപ്പോൾ അവരെ ഫാമിലിയൊക്കെ വരുമ്പോൾ 3 റൂമുണ്ട്. ഫാമിലിക്ക് ഇങ്ങനെ ഗസ്റ്റൊക്കെ വരുമ്പോൾ താമസിക്കാനുള്ള 3 ഗസ്റ്റ് റൂമുണ്ട്. പിന്നെ 10 ഹോസ്റ്റൽ റൂമുണ്ട്. 10 റൂമിലായിട്ട് 20ഓളം കുട്ടികൾക്ക് താമസിക്കാം. പിന്നെ അതിൻ്റെ പുറമെ മെസ്സ്, പിന്നെ റെൻ്റ് ഔട്ട് ചെയ്ത് നമ്മളെ ഷോപ്പിംഗ് റൂമുകളൊക്കെ ഉള്ള അത്തരത്തിലെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സംവിധാനം. അവിടുത്തെ എക്സ്പെൻസും കാര്യങ്ങളും യെസ്. കാരണം ഇനിയും നമ്മൾ അതിനൊരു ഫണ്ട് പിരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ അത് മുന്നോട്ട് പോകാൻ അവിടുന്ന് തന്നെ സെൽഫായിട്ട് അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോകാൻ കഴിയുന്ന രീതിയിലും അവിടുത്തെ കുട്ടികളുടെ അവിടുത്തെ സാമൂഹികപരമായിട്ട് കുട്ടികളുടെ അവിടുത്തെ നാട്ടിലെ ലോക്കലിയാണ് ഞാൻ പറയുന്നത്. കാരണം അവിടെ പല വിദ്യാർത്ഥികൾക്ക് ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പോലും കിട്ടുന്നില്ല. അപ്പോൾ അതൊക്കെ ഭാവിയിൽ നമുക്ക് ഈ സെന്ററുമായി കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് ആശയങ്ങൾ. ഒരു 1000 ആളുകൾക്ക് വൺസ് ടൈം പ്രയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. അതിൽ 2 ജുമ നടക്കും വെള്ളിയാഴ്ച. കാരണം കുട്ടികളെ ക്ലാസ്സിന്റെ ടൈം അനുസരിച്ച് 1:30-ക്കും 2:30-ക്കും. അപ്പോൾ 2 സമയത്തും കുട്ടികൾ ഫില്ലായിട്ടായിരിക്കും. 2000 പേർക്ക് പോവാം. പോവാം. 2000-ന്റെ മുകളിൽ കുട്ടികൾക്ക് നിസ്കരിക്കാൻ പറ്റുന്ന സൗകര്യമുള്ള. ഞാൻ ഇപ്പോൾ അടുത്ത് കണ്ണൂർ പോയിരുന്നു. കണ്ണൂർ ഇങ്ങനെ ഒരു പള്ളിയുണ്ട് തരേ, കച്ചവടക്കാർക്ക് വേണ്ടിയിട്ട് പള്ളി. അതെ, കച്ചവടക്കാരനല്ല, 2 പള്ളിയാണ്. ഇതേപോലെ സമയം വ്യത്യാസമുണ്ട്. ഒന്ന് ഫസ്റ്റ് ബാച്ച് പോയിട്ട് വന്നവന് അടുത്ത ബാച്ചിന് വേറെ പള്ളിയാണ്. അത് യൂറോപ്പിലെ പല സ്ഥലങ്ങളിലും ഉണ്ട്. ഇപ്പൊ മുംബൈയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പള്ളികൾ നമുക്ക് കാണാൻ കഴിയും. കാരണം അവിടെ വേറെ പള്ളികൾ ഉണ്ടാവില്ല. ആ പള്ളിയിൽ പോയി പോപ്പുലേഷൻ അയ്യാവുന്നതാണ്. കാരണം വേറെ അവിടെ സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ അവർക്ക് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ. പിന്നെ ഈ കോളേജിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ 1 to 2 ക്ലാസ് ഇല്ലാത്ത കുട്ടികളുണ്ട്. അപ്പോൾ ഒരാ സമയം വരും. 2 to 3 ക്ലാസ് ഇല്ലാത്തവരാണ് ആ സമയത്തും വരിക. അല്ല, പള്ളിക്കൊരു പ്രത്യേക ടൈമില്ല. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ വീഡിയോ കാണുന്നവർക്ക് ടൂർ പോകണമെന്ന് വിചാരിച്ചോ? ഓക്കെ, യാത്ര ഇപ്പോൾ എവരി പ്ലാനറ്റിൻ്റെ ഇതിന്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളൊരു ഓപ്പറേഷൻ? നിങ്ങൾ പക്ക ഒരു ട്രാവൽ ഏജൻസി പോലെ തന്നെയാണോ, അതോ വേറെ എന്തെങ്കിലും യൂണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും? നമ്മൾ മെയിൻ USP എന്ന് പറഞ്ഞാൽ നമ്മളൊരു കസ്റ്റമൈസ്ഡ് ടൂർ പാക്കേജാണ് എപ്പോഴും ചെയ്യാറ്. കാരണം ഒരാൾക്ക് എന്താണ് വേണ്ടത്, അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് ഏത് സമയത്ത് പോകണം, അല്ലെങ്കിൽ അവിടെ ഇന്നതേ ആവശ്യമുള്ളൂ. ഇപ്പോൾ ഒരാൾ ഒരു കാശ്മീർ പോകുമ്പോൾ എനിക്കൊരു നൈറ്റ് താമസം മതി, അല്ലെങ്കിൽ എനിക്ക് അവിടുത്തെ ഒരു വസ്വാൻ കഴിക്കാൻ അറേഞ്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അത് മാത്രം ചെയ്ത് കൊടുക്കും നമ്മൾ. അപ്പോൾ ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ്. അപ്പോൾ നമ്മളൊരു ഗസ്റ്റ് എൻക്വയറി ചെയ്യുന്ന സമയത്ത് അവരോട് ചോദിക്കും ഏത് ബഡ്ജറ്റിലാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു 3 സ്റ്റാർ മതി, 4 സ്റ്റാർ മതി. അപ്പോൾ കസ്റ്റമർ പറയുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മളൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ പ്രോപ്പർട്ടികളും, ഞാൻ പേഴ്സണലി കണ്ട പ്രോപ്പർട്ടികൾ അല്ലെങ്കിൽ ഞാൻ താമസിച്ചതോ കണ്ടതോ ആയിട്ടുള്ള പ്രോപ്പർട്ടികളാണ് ഇന്ത്യയിൽ ചെയ്യുന്നത്. ഇന്ത്യയിൽ കാശ്മീർ, ഹിമാചൽ, ഡൽഹി, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ്, UP, പിന്നെ മുംബൈ, ഹൈദരാബാദ്, കർണാടക, തമിഴ്നാട്, അസ് യൂഷ്വലുള്ള ലൊക്കേഷൻസ്. പിന്നെ നോർത്ത് ഈസ്റ്റ്, മേഘാലയ, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പുറത്ത് അബ്രോഡ് നമ്മൾ 48ഓളം രാജ്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് മലേഷ്യ, സിംഗപ്പൂർ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, അങ്ങനെ യൂറോപ്പ്, അമേരിക്ക, എല്ലാ രാജ്യങ്ങളും. പിന്നെ ക്രൂയിസുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ മുംബൈയിൽ നിന്ന് വരുന്ന ക്രൂയിസുകൾ, അല്ലെങ്കിൽ ദുബായിൽ നിന്ന് കണക്ട് ചെയ്ത് പോകുന്ന ക്രൂയിസുകൾ, യൂറോപ്യൻ ക്രൂയിസുകൾ, അങ്ങനെ എല്ലാ എന്താ പറയാ ലക്ഷറിയസ് ആയിട്ടുള്ള ക്രൂയിസുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അടിപൊളി. ഇനിയിപ്പോ ഞാൻ ലാസ്റ്റ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്, എൻ്റെ ഫോളോവേഴ്സിൽ അധികം ഉള്ളത്, എൻ്റെ വീഡിയോ കാണുന്നത് അധികം ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഇപ്പം ഞാൻ ഇതുവരെ സ്റ്റോറി എന്ന് പറഞ്ഞു, ഡിഗ്രി മണ്ണാർക്കാട്ടിൽ നിന്ന് ചെർപ്പളശ്ശേരിക്ക് വന്നു, ഡിഗ്രി പഠിച്ചു. ഇവിടെ നിന്ന് ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ടാക്കി. അവിടെ നേരെ പഞ്ചാബിലോട്ട് പോയി. പഞ്ചാബിൽ നിന്ന് കാര്യങ്ങൾ കണ്ടു. 9 വർഷത്തോളം നടന്നു. ഈ ഒരു ഇപ്പോൾ സ്വന്തം, അല്ലെങ്കിൽ ഏത് വർഷമാണ് നമ്മൾ ബിസിനസ് ലോഞ്ച് ചെയ്തത്? 2019. ഡിഗ്രി PG കഴിയുന്നവർക്ക് ഒരു 6 വർഷം മുമ്പ് ഉണ്ടായി സ്വന്തം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഫുൾ സ്ട്രക്ചർഡ് ആയിട്ട് അതിൽ വർക്ക് ചെയ്യുന്നു. ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത്
ഇതൊക്കെ ചെയ്യാൻ നിങ്ങൾ ക്യാമ്പസിൽ നിന്ന് എടുത്ത എഫേർട്ടും എനിക്ക് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ആട്ടെ, മേ ബി ഇത് തെറ്റാകാരം, നിങ്ങൾ അവിടുന്ന് എല്ലാ പ്രശ്നത്തിനും മുമ്പ് കയറി നിന്നതും അല്ലെങ്കിൽ അവിടുന്ന് ടീച്ചേഴ്സിനോട് നെഗോഷിയേറ്റ് ചെയ്തതും മാനേജ്മെൻറ്റ് നെഗോഷിയേറ്റ് ചെയ്തതും NSSൻ്റെ ക്യാമ്പിൽ എല്ലാത്തിനും ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ ക്യാമ്പസിന് നിങ്ങൾ ടോട്ടലി ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞങ്ങൾ ഫസ്റ്റ് ഇയർ വരുമ്പോഴുള്ള പോലെയുള്ള ക്യാമ്പസ് നെക്സ്റ്റ് ഇയറിൽ ഓരോ വർഷം ക്യാമ്പസിൻ്റെ കൾച്ചർ മാറുമ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ പോരാടിങ്ങാണ്ട് കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, ബിസിനസ് ചെയ്ത ആളാണ് ഞാൻ. അപ്പോൾ ഇതിന് ക്യാമ്പസിൽ നിങ്ങൾ ടോട്ടലി ഈ ഒരു കാര്യങ്ങൾ ചെയ്യാൻ ഒരു ഫ്യൂവലായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടികളോട്, നിലവിൽ ഇപ്പോൾ വീഡിയോ കാണുന്ന ഒരു 18, 20, 21 വയസ്സുള്ള കുട്ടികളോട് എന്താണ് അസ്ലമിന് പറയാനുള്ളത്? ബേസിക്കായിട്ട് പറയാനുള്ളത് സോഷ്യലൈസ്ഡ് ആവുക എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോഴത്തെ നമ്മൾ നിരന്തരം പല ടൂറുകളൊക്കെ ചില ക്യാമ്പസിനെ കൊണ്ടുപോകുമ്പോൾ വളരെ മൈക്രോസ്കോപ്പിക് ഗ്രൂപ്പുകളാണ് അവർ, 4 പേര് 5 പേര് അടങ്ങുന്ന ഗ്രൂപ്പുകളാണ്. ടൂറിൽ തന്നെ പല ഗ്രൂപ്പുകളാണ്, 4 പേരുടെ 2 പേരുടെ 3 പേരുടെ ഒക്കെ ഗ്രൂപ്പുകളാണ് അവരുള്ളത്. ഒരുമിച്ച് ഇരിക്കുള്ളൂ, ഒരുമിച്ച് പോവുള്ളൂ പർച്ചേസിങ്ങിനൊക്കെ എന്നുള്ളത്. അത് മാറണം. നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവണം, നമ്മൾ പലരിലേക്കും നമ്മൾ എത്തണം, നമ്മൾ പലരോടും സംസാരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് പറയാനുള്ളൊരു കാര്യം. കാരണം അത് വലിയൊരു ഇതാണ്. നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പലതും നമ്മൾ മറക്കും എന്നുള്ളതാണ്. നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ, ആരും പൂർണ്ണമായിട്ടല്ല ജീവിച്ചു പോകുന്നത്. ഒരുപാട് വിഷമങ്ങളുണ്ടാവും, കുടുംബത്തിൽ വിഷമങ്ങളുണ്ടാവും, സാമ്പത്തിക പ്രതിസന്ധികളുണ്ടാവും. പക്ഷേ അതൊക്കെ നമ്മൾ മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മളതൊക്കെ മറന്ന് മറ്റുള്ളവരിലൂടെ അങ്ങനെ ജീവിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫയറുണ്ട്. അപ്പോൾ നമുക്ക് തോന്നും നമുക്ക് പലതും ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇപ്പോൾ നാട്ടിൽ നമ്മൾ കോളേജ് പഠിക്കുന്ന സമയത്ത് നമ്മൾ മാഗസിൻ ഇറക്കി. ഫസ്റ്റ് മാഗസിനാണ് ക്യാമ്പസിലെ. ആ ഫസ്റ്റ് മാഗസിൻ തന്നെ നമുക്ക് അവാർഡ് കിട്ടിയെന്നുള്ളതാണ്. കേരളത്തിലെ 10ൽ 1 മാഗസിനായി തിരഞ്ഞെടുത്തു, നാദർഷാൻ്റെ മാഗസിന്. അപ്പോൾ അതിനെടുത്തൊരു എഫേർട്ട് ഉണ്ട്. കാരണം ഒരു മാഗസിൻ ഇറങ്ങി ഒരു പരിചിതമല്ലാത്തൊരു ക്യാമ്പസിൽ നമ്മളൊരു മാഗസിൻ ഇറക്കുന്നു, അതിൽ വ്യത്യസ്തത എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കിട്ടിയൊരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ നടന്നാൽ നടക്കും എന്നുള്ളതാണ്. അത് പിന്നെ പൊളിറ്റിക്സിൽ നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മൾ നിരന്തരം പ്രശ്നങ്ങളെയാണ് കാണുന്നത്. പോസിറ്റീവായിട്ടൊന്നും ഉണ്ടാവും. രാവിലെ ഇറങ്ങുമ്പോൾ ഒരാളെ സസ്പെൻഷൻ ഉണ്ടാവും, ചിലപ്പോൾ അന്ന് അടി നടന്നിട്ടുണ്ടാവും, അടി നടന്നവന് സസ്പെൻഷൻ കിട്ടി അവനെ മാറ്റണം. അപ്പോൾ ഈ അടിക്ക് ഇറങ്ങുന്നവർക്ക് നമ്മുടെ ആളാണോ അവർക്ക് നമ്മളെ അതിന് രക്ഷപ്പെടുത്തി കൊണ്ടിട്ട് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതാണ് അതിലവൻ അടിച്ചതിൽ ന്യായം ഉണ്ടോ എന്നൊന്നല്ലോ കരുതുക. ഒന്ന് പറയാം എനിക്ക് സസ്പെൻഷൻ കിട്ടിയിട്ട് റെഡിയാക്കണം എന്നുള്ളതാണല്ലോ എന്ന് പറയാം. അപ്പോൾ അത് നമ്മൾ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ നമ്മുടെ സുഹൃത്തുക്കൾ എന്നുള്ളവർക്ക് നിന്നതുകൊണ്ടാണ്. ഞാൻ ഇന്നേ വരെ എൻ്റെ ക്യാമ്പസ് പൊളിറ്റിക്സിനകത്ത് സുഹൃത്ത് ബന്ധങ്ങൾ മിസ്യൂസ് ചെയ്യുന്ന രീതിയിൽ രാഷ്ട്രീയത്തിന് ഉപയോഗപ്പെടുത്തിയിട്ടില്ല. രാഷ്ട്രീയം മിസ്യൂസ് ചെയ്ത് സുഹൃത്ത് ബന്ധത്തിന് അത് രണ്ടാണ്. എനിക്ക് ഏറ്റവും അന്ന് യൂണിറ്റ് SFIയുടെ സെക്രട്ടറിയാണ്. ഞാനും ഒരുമിച്ചാണ് കിടന്നുറങ്ങുന്നത്. എനിക്ക് ഏറ്റവും നല്ല സുഹൃത്തുക്കൾ മറ്റുള്ള പൊളിറ്റിക്സിലുണ്ട് എന്നുള്ളതാണ്. കാരണം അത് നമ്മുടെ പൊളിറ്റിക്സ് നമ്മളെ പഠിപ്പിച്ച ഒന്നാണ്. മാന്യമായിട്ട് പെരുമാറുക, മാന്യമായിട്ട് മുന്നോട്ട് പോവുക, രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, അത് പോവുക എന്നുള്ളതാണ്. പക്ഷെ രാഷ്ട്രീയത്തിൽ ഉണ്ടാവണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ചിന്ത കുട്ടികൾക്ക് ഉണ്ടാവണം. ചിലപ്പോൾ പല ക്യാമ്പസിലും പൊളിറ്റിക്സ് ഉണ്ടാവാറില്ല ഇപ്പോഴത്തെ കാലത്ത്. പക്ഷെ അവിടെ നിങ്ങൾ പരമാവധി കുട്ടികളിലേക്ക് നമ്മൾ സ്റ്റുഡൻസ് സോഷ്യലൈസ്ഡ് ആയി പോവുക, ആളുകളെ കുറേ അറിയാൻ ശ്രമിക്കുക, ആളുകളെ പ്രശ്നങ്ങളിലേക്ക്. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാത്തിനും ഒരു ഊർജ്ജമാണ്. അത് എനിക്ക് എൻ്റെ പ്രൊജക്റ്റിൽ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഈ 9 വർഷം ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ള ഭയങ്കര അനുഭവമുണ്ട്. കാരണം നമ്മളെ കണ്ണിൽ വെള്ളം നിറയുന്ന ഒരുപാട് നിമിഷങ്ങളുണ്ട്. സത്യത്തിൽ ഞാൻ പഞ്ചാബിലെ പള്ളിയുടെ ഉദ്ഘാടനത്തിന് എന്നുള്ള പ്രസംഗം വൈറലായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനതിലെൻ്റെ സുഹൃത്തുക്കളെ ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ എന്നോടൊരു സുഹൃത്ത് പോലും എന്നോട് അതിൽ പരാതി പറഞ്ഞിട്ടില്ല. കാരണം ഞങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ കാരണം ഓലതെന്തോ ഓല് ചെയ്യേണ്ടതാണെന്നുള്ളത് കരുതിയിട്ടില്ല. കാരണം ഈ 9 വർഷത്തിനിടയിൽ ഒരു സാധാരണ ഇടത്തരം കുടുംബത്തിൽ നിന്ന് വന്ന എനിക്ക് സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ കല്യാണം കഴിച്ചിട്ടുണ്ട്, അൽഹംദുലില്ലാ ദാമ്പത്യം മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഉണ്ടാവുന്ന പല ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടൊക്കെ നമുക്കൊക്കെ അറിയാലോ. പക്ഷെ അവിടെയൊക്കെ നമുക്കൊരു താങ്ങായി തണലായി നിന്നിട്ടുള്ളത് നമ്മളെ സുഹൃത്തുക്കളാണ്. അവരെപ്പോഴും അതിന് പ്രചോദനം തന്നിട്ടുള്ളത് ഇത് ഈ പെട്ടെന്ന് തീർക്കുക, ഇത് എൻ്റെ ഒരു ഭാഗ്യമാണ്. സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ വലിയൊരു അസറ്റാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എൻ്റെ 10ാം ക്ലാസ്സിലെ മാർക്ക് നോക്കിക്കഴിഞ്ഞാൽ +2 കുറവാണ്. എന്നോട് MBAക്ക് എന്നോടൊരു ഇതിന് ചോദിച്ച ചോദ്യം, എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, MBAക്ക് ഉണ്ടാവുമല്ലോ, അവർ അഡ്മിഷൻ്റെ ടൈമിലല്ല, ഈ സോഫ്റ്റ് സ്കില്ലിൻ്റെ ഭാഗമായിട്ട് ഇൻ്റർവ്യൂവിന് ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ ജോലിക്ക് പോകുന്നില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ് ജോലിക്ക് പോകണ്ട, നിൻ്റെ റെസ്യൂമി ഉണ്ടാക്കിക്കോ, ആ റെസ്യൂമി ഉണ്ടാക്കിയിട്ട് അത് പ്രകാരമുള്ള ഒരു ഇൻ്റർവ്യൂ നടത്താറുണ്ട്. അങ്ങനെ ഞാൻ കൊടുത്തു. ഞാൻ ഇനി എൻ്റെ സ്വന്തമായിട്ടുള്ള ബിസിനസ്സിലേക്കാണ് പോകുന്നതെന്നുള്ളത് തന്നെ. അപ്പോൾ അത് വലിയൊരു 200-300 കുട്ടികൾ ഇരിക്കുന്ന ഹാളിൽ എന്നോട് ഇതിൻ്റെ ടീച്ചർ എന്നോട് ചോദ്യം ചോദിക്കുകയാണ്, 10th നല്ല മാർക്ക് ഉണ്ടല്ലോ, +2 കുറഞ്ഞല്ലോ, ഡിഗ്രിയിൽ അതിലും കുറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ മാർക്ക് കുറഞ്ഞു വരികയാണല്ലോ എന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ +2 സ്കൂൾ ലീഡറായിരുന്നു. ഡിഗ്രി പഠിക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ യൂണിയൻ്റെ ഭാഗമായിട്ടൊക്കെ പ്രവർത്തിച്ച ഒരാളാണ്. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് മാർക്ക് കുറയും തോറും എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ കൂടുതൽ കിട്ടിയെന്നുള്ളതാണ് മറുപടി. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റഡ് ആയി. അതൊരു അസറ്റായിട്ടാണ് ഞാൻ കാണുന്നത്. അതിലെനിക്ക് എന്താ പറയുക, അതിലൊന്ന് നമ്മളിങ്ങനെ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് വിളിക്കാൻ പലരും ഉണ്ടാവും. പലതരത്തിലാണ് നമ്മൾ പ്രൊഫഷണലി വലിയ ഉപകാരമാണ്. പിന്നെ നെറ്റ്വർക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പഞ്ചാബിൽ ഞാൻ പഠിക്കാൻ പോയതുകൊണ്ട് എനിക്ക് ഇന്ത്യയിൽ എവിടെ ചെന്നാലും ഒരു കൂട്ടുകാരന് അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി ഉണ്ടാവും എന്നുള്ളതാണ്. എസ്പെഷ്യലി ഞാൻ കാശ്മീർ പലതവണ യാത്ര ചെയ്തിട്ടുണ്ട്. എനിക്ക് അവിടെ എത്തിയാൽ മതി, വേറെ ഒരു എക്സ്പെൻസും ഇല്ല. അവർ നമ്മളങ്ങനെ കൊണ്ടുനടക്കും ഓരോ സ്ഥലങ്ങളിലും ഭക്ഷണവും കാര്യങ്ങളൊക്കെ തന്നിട്ട്. അപ്പോൾ പരമാവധി ആളുകളിലേക്ക് നെറ്റ്വർക്കിംഗ് എന്താ പറയുക സോഷ്യലൈസ്ഡ് ആവുക ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇല്ലാത്ത അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കറിയില്ല, ഞാൻ മനസ്സിലാക്കിയുള്ള കാര്യമാണ് പറയുന്നത്. ക്യാമ്പസുകളിൽ മാക്സിമം കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുക, ചുരുങ്ങി കൂടാതെ അതിൽ ഇൻവോൾവ്ഡ് ആവുക പറഞ്ഞാൽ ഇപ്പോൾ അംബ്രാസിൻ്റെ കൂടെ പഠിച്ച അന്നത്തെ കുട്ടികൾ, ഇപ്പോൾ ഞാനന്ന് യൂണിയൻ പരമായി ഇരിക്കുന്ന സമയത്ത് ഒരു പരിപാടി ഉണ്ടെങ്കിൽ അന്ന് നമ്മളെ ക്യാമ്പസിലെ സ്ട്രെങ്ത്ത് 600-700 കുട്ടികളാണ്. ഈ 700 കുട്ടികളെ യൂണിയൻ ഭാരവാഹികൾ വിളിക്കും, പരിപാടിക്ക് വരണം, എന്തായാലും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു മെജോറിറ്റി, എല്ലാവരും എന്നല്ല പറയുന്നത്, ഒരു 70% പെൺകുട്ടികൾ ഒരു ലീവ് കിട്ടി വീട്ടിലിരിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ മനോവസ്ഥ ഉണ്ടായിരുന്നു. ആൺകുട്ടികളും അങ്ങനെയുള്ളവരുണ്ട്. പക്ഷേ അന്ന് ലീവ് എടുത്തവർ കാണുമ്പോൾ പറയും അസ്ലമേ അന്ന പരിപാടിക്കൊക്കെ വന്നാൽ മതിയായിരുന്നു എന്നുള്ളത്. കാരണം അതൊരു ജീവിതമാണ്, അന്നത്തെ മനോഹരമായ ഒരു കാലഘട്ടമാണത്. പിന്നെ നമ്മൾ ഇന്ന് പ്രശ്നങ്ങളും പ്രതിസന്ധികളുടെ യഥാർത്ഥ ജീവിതത്തിലൂടെ ഇങ്ങനെ പോകുമ്പോഴാണ് അന്നത്തെ ആ സുന്ദര നിമിഷം പാഴാക്കി പോയി എന്നുള്ളത്. ഇപ്പോൾ ക്യാമ്പസിൻ്റെ എല്ലാതും ആഘോഷിക്കുക, എല്ലാവരുടെയും കൂടെ നിന്ന് എല്ലാ ആഘോഷങ്ങളും, നമ്മൾ ഇല്ലാത്തൊരു ആഘോഷം ക്യാമ്പസിൽ ഉണ്ടാവരുത്. അത് പ്രശ്നങ്ങളാണെങ്കിലും നമ്മളുണ്ടാവണം, ആഘോഷങ്ങളാണെങ്കിലും നമ്മളുണ്ടാവണം. അത് ഞാൻ കുട്ടികളോട് ഇങ്ങനെ MSFൻ്റെ ഭാഗമായിട്ട് യൂണിറ്റുകളൊക്കെ പോയി സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുള്ളത്, ഒരു പ്രശ്നം ഉണ്ടെങ്കിലും ഒരു സന്തോഷം ഉണ്ടെങ്കിലും അവിടുത്തെ കുട്ടികൾ ആദ്യം നിങ്ങൾ ആലോചിക്കണം എന്നുള്ളതാണ്. സന്തോഷം ഉണ്ടെങ്കിൽ നിങ്ങളോട് ഒന്ന് പറയണം, പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളോട് ഒന്ന് പറയണം. ആ തരത്തിൽ നമ്മൾ സോഷ്യലൈസ്ഡ് ആവുക. അപ്പോൾ നമുക്ക് വലിയൊരു കരുത്തായിരിക്കും പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാൻ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇപ്പോൾ ഒരുപാട് ജേർണിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചത്. ഓൾമോസ്റ്റ് എത്ര മിനിറ്റ് ഉണ്ട് അവിടെ? ഓക്കെ, 42 മിനിറ്റോളം ഞങ്ങൾ സംസാരിച്ചു. വെള്ളം വെക്കാൻ മറന്നു പോയിട്ടോ വെള്ളം. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ നമ്മളെ 2-3 ഇൻസൈറ്റ്സ് ഇതിനകത്ത് എടുത്ത് പറഞ്ഞുതരാം. ഒന്നാമത്, നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സ് നമ്മൾ സപ്പോർട്ട് ചെയ്യും, പഠിച്ചോണ്ടൊക്കെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതിന് മുന്നോട്ട് പോകുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഇൻസൈറ്റ്സിൻ്റെ ഈ പോഡ്കാസ്റ്റിലെ ഫസ്റ്റ് ഇൻസൈറ്റ്സ്. സെക്കൻഡ് പറയാനുള്ളതെന്ന് വെച്ചെങ്കിൽ മാക്സിമം ആളുകളിൽ സോഷ്യലൈസ് ചെയ്യുക, ഇൻവോൾവ് ആവുക. കാരണം അത് നമുക്ക് നെറ്റ്വർക്ക്സും ബാക്കിയുള്ള പർപ്പസും ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് യൂസ്ഫുൾ ആവുന്നുള്ളത്. തേർഡ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചെങ്കിൽ നമ്മളുടെ പൊളിറ്റിക്സിനെ കുറിച്ചിട്ട്, അത് നിങ്ങൾ ഏത് പൊളിറ്റിക്സ് ആയിക്കോട്ടെ അത് ഉള്ളിൽ വേണം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ നമ്മൾ ആളുകൾ ചൂഷണം ചെയ്യാൻ ആ രീതിക്ക് വരും. അപ്പം ഈ 3 കാര്യങ്ങൾ മൈൻഡിൽ വെക്കുക. പിന്നെ 4-മത്തെ ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ട്രിപ്പുകളും കാര്യങ്ങളും കണക്ട് ചെയ്യുകയാണെങ്കിൽ എവരി പ്ലാന്റിന്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ താഴെ കൊടുക്കുക, ചെക്കൗട്ട് ചെയ്തൊക്കെ. താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് ഇത് കഴിഞ്ഞിട്ടുള്ളത് ഇരിക്കാം. ഓക്കെ, താങ്ക് യു.